Sujit brother, hi, good morning. Wilson brother, Suresh brother, thank you for joining. It's a glorious day. Once again, നിങ്ങളെല്ലാവരെയും വന്ദനം ചൊല്ലുന്നു. വിതൗട്ട് ഡിലേ ഞാൻ നമ്മുടെ ചിന്തകളിലേക്ക് ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച വിഷയത്തിൻ്റെ ഒരു സമാപനം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ഫൈനൽ റിവ്യൂവിലേക്കാണ് പോകുന്നത്. പല ചോദ്യങ്ങൾ നമ്മളുടെ ഈ പഠനങ്ങളിൽ ഉരുവായി വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ബൈബിളിലെ തിരുവെഴുത്തുകളിലെ നരകമെന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ ഈസ്റ്റേൺ തിയോളജിക്കൽ വ്യൂവിൽ, അതായത് ഈസ്റ്റേൺ സഭയുടെ, ഞാൻ പറഞ്ഞ ഇന്നത്തെ ഈസ്റ്റേൺ സഭകൾ അതെങ്ങനെ പഠിപ്പിക്കുന്നു എനിക്കറിയില്ല, എന്നാലും ജൂയിഷ് കോൺസെപ്റ്റിൽ, എബ്രായിക് റൂട്ടിൽ നരകത്തെക്കുറിച്ചുള്ള തിയോളജി നമ്മൾ ധ്യാനിച്ചു വരികയായിരുന്നു. അപ്പം ആ ചിന്തകളാണ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ഉയർന്നു വന്നു. ആ ചോദ്യങ്ങൾ, ഒന്നാമത്തെ ചോദ്യം, അപ്പോൾ ഒരു പാപി എന്ന് പറഞ്ഞാൽ പാപത്തിൽ ജീവിച്ച് ദൈവസ്നേഹത്തിൽ ജീവിക്കാത്ത, ഹൃദയം കൊണ്ട് ദൈവത്തോട് ശത്രുത പുലർത്തുന്ന ഒരാള് മരിച്ചുപോയാൽ അവർ ദൈവസന്നിധിയിലൂടെ ആത്മാവെത്തും, ആ ആത്മമനുഷ്യൻ സ്വർഗത്തിലെത്തും. ആ ആൾക്ക് എന്തായിരിക്കും? ഒരു വലിയ ചോദ്യമാണ്. അപ്പം രണ്ടാമത്തെ ഒരു ചോദ്യം, നരകം എന്നൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് വിശുദ്ധിയിൽ ജീവിക്കുന്നത്? അതൊരു $1 മില്യൺ ക്വസ്റ്റ്യനാണ്. നരകമൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ വിശുദ്ധിയിലും വേർപാടിലൊക്കെ ജീവിക്കുന്നത്? എങ്ങനെയൊക്കെ ജീവിച്ചാൽ പോരെന്ന് ഒരു വലിയ ചോദ്യമാണ്. 3, നരകമില്ലെങ്കിൽ, അല്ലെങ്കിൽ നരകം എന്നൊരു സംഭവം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആ അഗ്നി നരകം, നിത്യനരകം ഇല്ലെങ്കിൽ പിന്നെ എന്തിനും നമ്മൾ സുവിശേഷം പ്രസംഗിക്കണം? ഒന്നും നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒന്നും നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളല്ല. വളരെ പ്രാധാന്യമുള്ള കോമൺ മാൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇഷ്ടത്തിനങ്ങ് ജീവിക്കാമല്ലോ, നമുക്ക് ഇഷ്ടം പോലെ പാപത്തിലോ എങ്ങനെയും ജീവിക്കാം, അപ്പം നരകവും ഇല്ല, ഹാപ്പിയാണ്. അങ്ങനെയുള്ള ചിന്തകൾ ചിലരുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങളിൽ നിന്ന് നമുക്കത് വായിച്ചെടുക്കാനായിട്ട് പറ്റും. അവസാനമായിട്ട് വന്നത്, നരകമില്ല എന്ന് പറയുന്നത് തികച്ചും ഹെറിറ്റിക് ആയിട്ടുള്ള ഒരു ടീച്ചിങ് അല്ലേ, വലിയ ദുരുപദേശമല്ലേ എന്ന ചിന്തയാണ്. അതിനും ആൻസർ പറയേണ്ടതുണ്ട്. നമുക്ക് ഓരോ കാര്യങ്ങൾ എടുക്കാം. ഞാൻ വീണ്ടും പറയുന്നു, കഴിഞ്ഞ 10 എപ്പിസോഡുകൾ, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10-16 മണിക്കൂറെങ്കിലും കാണും, നമ്മൾ പഠിച്ചു കഴിഞ്ഞു വാട്ട് ദ ബൈബിൾ സേസ് അബൌട്ട് ഹെൽ. ഈ ചിന്തകൾ എൻ്റെ ഉള്ളിൽ വന്നിട്ട് ഏകദേശം ഒരു 8 വർഷമായി. 8-9 വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ്. ഞാനെങ്ങും ആരോടും പറയാതെ മനസ്സിൽ കൊണ്ട് നടന്ന ചിന്തകളാണ്. കാരണം പറയാൻ പറ്റില്ല, പറഞ്ഞാൽ അതിൻ്റെ പ്രതികരണം തികച്ചും ഭയാനകവും അപകടകരവുമായിരിക്കും എന്നതുകൊണ്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അപ്പൊ എന്താണ് നമ്മൾ ഈ വിഷയത്തിന് മറുപടി? ഇപ്പോൾ ഒരു പാപിയായ ഒരു മനുഷ്യൻ, പാപി എന്ന വാക്കിനെ നമ്മൾ റീഡിഫൈൻ ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, 2 വ്യൂവിലാണ്, ഒന്ന് വെസ്റ്റേൺ വ്യൂവിലും ഒന്ന് ഈസ്റ്റേൺ വ്യൂവിലും. ഈ 2 വ്യൂവിലാണ് ഈ വാക്കുകളെ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. വെസ്റ്റേൺ ക്രിസ്ത്യൻ തിയോളജിക്കൽ വ്യൂവിൽ പാപം എന്ന് പറയുന്നത് നിയമലംഘനമാണ്. നിയമലംഘനം എന്ന് പറഞ്ഞാൽ
ലോ ബ്രേക്കിംഗ് ആണ്, അതിൻ്റെ കോൺസിക്വൻസ് പണിഷ്മെൻ്റ് ആണ്. അത് ആ ആള് ഒരു നിയമം ലംഘിച്ചു, അപ്പോൾ അദ്ദേഹത്തിന് പകരം പാപത്തിന് ശിക്ഷയാണ്. ആ ചിന്തയിലാണ് അങ്ങനെ പോകുന്നത്. എന്നാൽ ഈസ്റ്റേൺ തിയോളജി, ഒറിജിനൽ എബ്രായിക് ക്രിസ്ത്യൻ വ്യൂവിൽ പാപം എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നതാണ്. ആ ദൈവവുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോകുന്ന ആ അനുഭവത്തെയാണ് പാപം എന്ന് പറയുന്നത്. അത് മുഖാന്തരം ആ വ്യക്തിയിൽ സംജാതമാകുന്നതാണ് മരണം. പാപവും മരണവും കൂടെ ഒരുമിച്ചാണ് ചലിക്കുന്നത്. അതാണ് ആക്ച്വലി ഈസ്റ്റേൺ തിയോളജിക്കൽ എബ്രായിക് റൂട്ടിൻ്റെ, എബ്രായിക് പശ്ചാത്തലത്തിൽ ട്രിനിറ്റേറിയൻ വ്യൂ. അപ്പം വെസ്റ്റേൺ വ്യൂവിൽ നമ്മൾ പഠിക്കുമ്പം പാപത്തിന് ശിക്ഷയേ ഉള്ളൂ, പാപത്തിന് പകരം ശിക്ഷ, അടിക്കടി. പുതിയ നിയമത്തിൽ, കാരണം അതിന് റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറയും, പ്യൂണിറ്റീവ് ജസ്റ്റിസ് എന്ന് പറയും, റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്. എന്നാൽ എബ്രായിക് റൂട്ടിൽ, എബ്രായിക പശ്ചാത്തലത്തിൽ നമ്മൾ ഈ വിഷയത്തെ പഠിക്കുമ്പോൾ അവിടെ വാസ്തവത്തിൽ പ്യൂണിറ്റീവായിട്ടുള്ള ഒരു റിട്രിബ്യൂട്ടീവ് ആയിട്ടുള്ളൊരു ജസ്റ്റിസ് അല്ല അവിടെ നിൽക്കുന്നത്, മറിച്ച് റെസ്റ്റോറേറ്റീവായിട്ടുള്ള, റിഡംറ്റീവായിട്ടുള്ള ഒരു ലവ് ആണ് അവിടെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അവിടെ പാപം എന്നത് ബന്ധം മുറിഞ്ഞു പോയതാണ്. അപ്പം ബന്ധം മുറിഞ്ഞു പോകുമ്പോൾ ഒരാൾക്ക് അതിന് പകരം ശിക്ഷയല്ല, ബന്ധത്തെ കൂട്ടിച്ചേർക്കുക, റിഡംഷൻ, വീണ്ടും അവരെ കൂട്ടിയോജിപ്പ്. അതുകൊണ്ടാണ് ക്രൂശിൽ തൻ്റെ പുത്രൻ മുഖാന്തരം മനുഷ്യരെ മുഴുവൻ തന്നോട് നിരപ്പിച്ചു എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കോമൺ മാൻ്റെ കുറച്ച് ചോദ്യങ്ങൾക്ക് മറുപടി ആദ്യം തരാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ ലവ് ഓഫ് ഗോഡ്, ദ അഗാപ്പെ ലവിൽ ചില കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ ചോദ്യം, ഒരു പാപി അല്ലെങ്കിൽ ദൈവവുമായിട്ട് ഭൂമിയിൽ വെച്ച് നിരക്കാത്ത ഒരാൾ, ആ പദം പ്രയോഗിക്കുന്നത് നല്ലതെന്ന്, ദൈവവുമായിട്ട് ഭൂമിയിൽ ദൈവവുമായിട്ട് നിരപ്പിൽ വരാത്ത, അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കാത്ത ഒരാൾ, ഞാൻ ആ സ്നേഹത്തെക്കുറിച്ച് ഇച്ചിരി കഴിയുമ്പോൾ വിശദീകരിച്ചോളാം. അദ്ദേഹം മരിച്ച് ദൈവസന്നിധിയിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയായിരിക്കും ചിന്ത, അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഹാപ്പി ആയിരിക്കുമോ, ജോയ്ഫുൾ ആയിരിക്കുമോ? ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ട ചോദ്യം. നമ്മൾ ഈ തിരുവെഴുത്തുകളിൽ ദൈവത്തെ സബ്സ്റ്റൻഷ്യലി ദൈവത്തെ രണ്ട് പ്രത്യേക നിലയിലാണ് സംബോധന ചെയ്തിരിക്കുന്നത്. നമ്പർ 1, ഗോഡ് ഈസ് ലവ്. ഇത് വളരെ, ഈ ഗോഡ് ഈസ് ലവ് മീൻസ് the substance of God, the total substance of God is love, agape. God is love. ദൈവം സ്നേഹിക്കുന്നു എന്നല്ല, ദൈവം ആണ്, ദൈവം സ്നേഹം തന്നെ. അപ്പം സ്നേഹം എന്നത് ദൈവമാണ്. A is equal to B, that means B is equal to A. God is love, that means love is God. True love ദൈവമാണ്, ട്രൂ ഗോഡ് ലവ് ആണ്. ദൈവം എന്ന് പറയുന്നത് ലവ് ആണെന്ന്. ലവ് എന്ന് പറയുന്നത് നമ്മൾ ഇനി പഠിക്കണം. എന്താണ് വാട്ട് ഈസ് ലവ്? അഗാപ്പെ എന്നാണ് അതിനെ ഗ്രീക്ക് ഭാഷയിൽ പറഞ്ഞത്. അഗാപ്പെ, ഗ്രീക്ക് ഭാഷയിൽ അതിന് അഗാപ്പെ എന്ന് പറയുമ്പോൾ എബ്രായ ഭാഷയിൽ അതിന് ഖാഫ് എന്ന് പറയും. ഖാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഫും ആൻഡ് ഹേ, കഫ് ആൻഡ് ഹേ. കഫ് എന്ന് പറയുന്ന വാക്കും ഹേ എന്ന വാക്കും ഖാഫ് എന്ന് പറയും. അപ്പം അഗാപ്പെ ലവ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അഗാപ്പെ ലവ്? അഗാപ്പെ ലവ് എന്ന് പറയുമ്പോൾ ഗോഡ് ഈസ് ലവ് എന്നാണ്. ഈ അഗാപ്പെ എന്ന വാക്കിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. We can split that word. That is
അഗോ അല്ലെങ്കിൽ അഗോ എന്ന് പറയും, AGO, അഗോ പ്ലസ് പാവോ. അഗോ പ്ലസ് പാവോ. എന്നെ കേൾക്കുന്നവർ ദയവായിട്ട് പേഷ്യൻസോടെ കേൾക്കണം, നിങ്ങൾക്കത് പ്രയോജനപ്പെടും. അഗാപ്പെ എന്ന് പറയുമ്പോൾ അഗോ പ്ലസ് പാവോ. അഗോ എന്ന വാക്കിന്റെ അർത്ഥം ലീഡ് ചെയ്യുക. ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ അത് മനസ്സിലാക്കി തരേണ്ടത്. ഒരു ഇടയൻ തൻ്റെ ആടിനെ നയിക്കുന്നത് പോലെ നയിക്കുക. അഗോ. ദൈവാത്മാവ് നയിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെട്ടില്ല. അതിനകത്ത് ആ നയിക്കുക എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന അഗോ എന്നാണ്. എഗോ അല്ലെങ്കിൽ ആ ഗ്രീക്കിൽ ആ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അഗോ മീൻസ് ലീഡിങ്. പാവോ മീൻസ് റെസ്റ്റ്. അഗോ മീൻസ് ലീഡിങ്, പാവോ മീൻസ് റെസ്റ്റ്. അപ്പം അഗാപ്പെ എന്ന വാക്കിന്റെ അർത്ഥം ലീഡിങ് ടു റെസ്റ്റ് എന്നാണ്. സോ ഗോഡ് ഈസ് അഗാപ്പെ എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രധാന വിഷയം ഗോഡ് ഈസ്, അതൊരു നോട്ട് ഓൺലി എ നൗൺ, verbally something is happening there. So God is love means God is leading to rest. അപ്പൊ ഇനി ഈ തൃത്വത്തിനകത്ത് ലീഡിങ് ടു റെസ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ അർത്ഥം? ഹൗ ക്യാൻ യു നോ ദാറ്റ്? എങ്ങനെ നമുക്ക് ഈ ആരെ ലീഡ് ചെയ്യുകയാണ്? ഇൻ ദ ട്രിനിറ്റി വി ക്യാൻ സി ദ ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്, അല്ലെങ്കിൽ പരിശുദ്ധ റൂഹ. റൂഹയുണ്ട്, പുത്രനുണ്ട്, ഫാദർ ഉണ്ട്. ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്, ഇതാണ് ഈ ഫാമിലിയാണ്. ഈ ഫാമിലിയിൽ ദ ഫാദർ ലീഡ്സ് ദ നെക്സ്റ്റ് പേഴ്സൺസ് ടു റെസ്റ്റ് ആൻഡ് ജീസസ് ലീഡ്സ്, അല്ലെങ്കിൽ ഇവരുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരാൾ മറ്റൊരാളെ ടോട്ടൽ റെസ്റ്റിലേക്ക് നടത്തുക. അതായത് അവരെ അവരെ റെസ്റ്റ് മോഡിലേക്ക്, ഏറ്റവും സമാധാനപരമായ, ഹാപ്പി ആയിട്ടുള്ള, ജോയ്ഫുൾ ആൻഡ് സെലിബ്രേറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്റ്റിംഗ് മോഡിലേക്ക് നയിക്കുകയാണ് ഓരോ ആൾ. അപ്പോൾ ഈ ട്രിനിറ്റിക്കകത്ത് ഒരാൾ മറ്റൊരാളെ ലീഡ് ടു റെസ്റ്റ്. ഒരാളെ കൊണ്ട് ജോലി എടുപ്പിക്കുകയല്ല. അല്ലെങ്കിൽ ഇത് എൻ്റെ ലാംഗ്വേജ് വളരെ പരിമിതമാണ് കേട്ടോ, മനസ്സിലാക്കുക, ബാക്കി നിങ്ങൾക്ക് ദൈവം തരട്ടെ. Father leads his son to rest, and son leads the Holy Spirit to rest. The Holy Ghost leads the Father to rest. So this is a circle. That is perichoresis. Perichoresis means circle dance. Peri means round. Choresis means choreography. Perichoresis means അതായത് സർക്കിൾ ഡാൻസ് ഓർ ഡിവൈൻ ഡാൻസ്. ദാറ്റ് ഡിവൈൻ ട്രിനിറ്റിക്കകത്ത് ഈ അടുത്തൊരാളെ ലീഡ് ദം ടു റെസ്റ്റ് ആൻഡ് ലീഡ് ഹിം ടു റെസ്റ്റ്. ദിസ് സർക്കിൾ ഈസ് ഗോയിങ് ഓൺ ഇൻ ഹെവൻ. ഇറ്റ് ഈസ് ടോട്ടലി റിലേറ്റീവ്, ഇറ്റ് ഈസ് ടോട്ടലി ഇൻറ്റിമേറ്റീവ് ആയിട്ട്, മറ്റുള്ള ആളടുത്ത് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് നിന്നുകൊണ്ട് ഈ ട്രിനിറ്റിക്കകത്ത് ഈ ഒരു അഗാപ്പെ ലവ് ഇങ്ങനെ ഫോളോ ചെയ്യുക. ദാറ്റ് മീൻസ് ഈ അഗാപ്പെ ലവ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാത്രം പോകുമല്ല, it is at last it reaches to the same person. So agape love is a circle. It is not a one way. It has to be circled. If the agape love is not come to, it is not fulfilling the circle, there is something wrong. Something wrong എന്ന് പറഞ്ഞാൽ that cannot be completed. അഗാപ്പെ ലവിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതായത് ആരംഭിച്ചിട്ട് തന്നെ ഇങ്ങനെ തിരിച്ചു വരണം. തിരിച്ചു വരുമ്പോഴാണ് ആ ലവ് കംപ്ലീറ്റ് ആകുന്നത്. ഞാനിത് മനസ്സിലാക്കിക്കാൻ വേണ്ടി ഞാനിത് ലവ് എന്ന ചിന്തയെക്കുറിച്ച് തന്നെ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. നമുക്കറിയാം, God so loved the world. God so loved the world. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഞാൻ ഈ നമ്മുടെ ഗ്രീക്കിലെ ആണല്ലോ ഇതിൻ്റെ മൂലഭാഷ, ഓൾഡ് ടെസ്റ്റ്, പുതിയ നിയമത്തിൽ. പക്ഷെ ഞാൻ ഐ എം ജസ്റ്റ് ടേക്കിംഗ് ഓൾ ദ ന്യൂ ടെസ്റ്റമെൻറ്റ് വേഴ്സസ്. ഞാൻ പഠിക്കുന്നത് ഗ്രീക്കിലല്ല കൂടുതൽ. ഞാൻ ഈ പദങ്ങളെല്ലാം കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒറിജിനൽ, അതിൻ്റെ ഓതർ പറഞ്ഞ ഭാഷയിലാണ്. ഞാൻ കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ ഒരിക്കലും ഒരു ഗ്രീക്ക് സ്കോളർ അല്ല. യോഹന്നാൻ ഒരു കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു
യഹൂദനാണ്. എബ്രായ ഭാഷയും അരാമിക് ഭാഷയും കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് യഹൂദൻ. കർത്താവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും അരാമിക് എബ്രായ പശ്ചാത്തലമുള്ളവരാണ്. സോ യേശുവിൻ്റെ നാവിൽ നിന്ന് വന്ന ഒരു ഗ്രീക്ക് ഭാഷയിലല്ല യേശു ഒരു വചനവും പറഞ്ഞത്. യേശു പറഞ്ഞ എല്ലാ വചനങ്ങളും എബ്രായിക് ഭാഷയിലും അരാമിക് ഭാഷയിലുമാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് അരാമിക് ഭാഷയിലാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ലാംഗ്വേജ്. അതുകൊണ്ടാണ് ഈ എലോയ് ലമ്മ സബക്താനി എന്ന് പറയുന്നില്ലേ, നമ്മുടെ മലയാളത്തിൽ എലി ലമ്മ ശബക്താനി എന്ന് പറയുന്നത് എലി ലമ്മ സബാറ്റനി എന്നങ്ങനെ സബാറ്റനി. സോ അത് അറാമിക്കാണ്. സോ നമ്മൾ ഈ വേർഡുകളെല്ലാം അറാമിക്കലാണ് ജീസസ് പറഞ്ഞത്. അപ്പം ജീസസ് പറഞ്ഞ ആ വേർഡിന് അറാമിക് ഫോമിലാണ് നമ്മൾ എടുക്കേണ്ടത്. അതാണ് ഗ്രീക്ക് ഓൾഡ് ടെസ്റ്റ്. നമ്മൾ ആൾ കോമൺ ആയിട്ട് പറയും എബ്രായ ഭാഷയിലാണ് പഴയ നിയമം എഴുതിയത്, ഗ്രീക്ക് ഭാഷയിലാണ് പുതിയ നിയമം. അങ്ങനല്ല, എബ്രായ ഭാഷയിൽ തന്നെയാണ് പുതിയ നിയമം എഴുതിയത്. പിൽക്കാലത്ത് മോസ്റ്റ് ഓഫ് ദ ലീഡിംഗ് സ്കോളേഴ്സ് പറയുന്നത് ഇങ്ങനെയാണ്, ആഫ്റ്റർ 20 years, ഇത് എഴുതിയ ശേഷം 10-20 വർഷങ്ങൾക്ക് ശേഷം ഗ്രീക്ക് പ്രോമിനന്റ് ലാംഗ്വേജ് ആയതുകൊണ്ട് അതിലേക്ക് ട്രാൻസ്ലേഷൻ നടന്നു എന്നതാണ് വിശ്വസനീയമായ. കാരണം അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ തെളിയിക്കാൻ പറ്റും. ഒത്തിരി കാര്യം, ഒരു 150-200 എററുകൾ നമുക്ക് പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ 100-200 ഒരു 300 എററുകൾ ഇത് ഗ്രീക്കിൽ ഭാഷയിലല്ല എഴുതിയതിൻ്റെ സോളിഡ് പ്രൂഫ് ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്കൊരു ദിവസം രസകരമായി സ്കോളാസ്റ്റിക് ആയിട്ട് അത് പഠിക്കാം. ഇപ്പം ഇവിടെ പറയുന്നത് ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്, ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. അവിടെ എഴുതിയേക്കുന്ന, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം വാസ്തവത്തിൽ അറാമിക് ഭാഷയിൽ ഖാവ് എന്ന ഖാവ് അഗാപ്പേ. ഈ ഖാവ് എന്ന പദത്തെ എബ്രായ ഭാഷയിലെ ഖാവ് എന്ന പദമാണ് ഗ്രീക്കിലോട്ട് വരുമ്പോൾ അഗാപ്പേ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഈ അടുത്ത വേറൊരു വാക്ക് യോഹന്നാൻ സുവിശേഷം 21-20 വാക്യത്തിൽ പറഞ്ഞു, കർത്താവിൻ്റെ യേശുവിൻ്റെ ശിഷ്യനായ യോഹന്നാനെ കുറിച്ച് പറയുന്ന ഒരു വചനമുണ്ട്. അതിങ്ങനെയാണ്, ദെൻ പീറ്റർ ടേൺ അബൌട്ട് സീയിങ് ദ ഡിസൈപ്പിൾ ഹൂം ജീസസ് ലവ് ഫോളോയിങ്. അതായത് ജീസസ് ദ ഡിസൈപ്പിൾ ഹൂം ജീസസ്, അതായത് യേശു സ്നേഹിക്കുന്ന ശിഷ്യൻ പിൻഗമിക്കുന്നത് കണ്ടിട്ട് പത്രോസ് സംസാരിക്കുന്ന ഒരു കോൺവെർസേഷനാണ് ജോൺ ചാപ്റ്റർ 20:20. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്നത് ദ ഡിസൈപ്പിൾ ഹൂം ജീസസ് ലവ്ഡ്, യേശു സ്നേഹിച്ച ശിഷ്യൻ. അപ്പം ജോൺ ചാപ്റ്റർ 3:16 ഗോഡ് സോ ലവ്ഡ്. നമ്മളിത് രണ്ടിടത്ത് പഠിക്കുമ്പോൾ അഗാപ്പേ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഫിലയോ എന്നൊരർത്ഥത്തിലാണ് ഗ്രീക്കിൽ. പക്ഷേ അതിൻ്റെ ഹീബ്രുവിൽ അല്ലെങ്കിൽ അറാമിക് ലാംഗ്വേജിൽ ഈ യോഹന്നാൻ 3:16 ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നതിനെ ഖാഫ് എന്ന് പറയുമ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നത് അവിടെ കൊടുക്കുമ്പോൾ കൊടുത്തിരിക്കുന്ന വാക്ക് റഹാം എന്നാണ്. റഹാം, അതായത് റോഷ് ഹേ മെം എന്ന വാക്കാണ് റഹാം, അല്ലെങ്കിൽ റഖാം എന്നൊക്കെ പറയാം. റഹാം എന്നാണ് അതിൻ്റെ ഹീബ്രു, റഹാം. വാട്ട്സ് ദി മീനിങ് റഹാം? റഹാമും ഖാവും തമ്മിൽ ഒരു വലിയ റിലേഷൻഷിപ്പുണ്ട്. അതായത് ദൈവം ലോകത്തെ സ്നേഹിച്ചു, അത് ഖാഫ്. ഖാഫ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇൻ ദ ട്രിനിറ്റി അഗാപ്പേ ലവ് ഈസ് പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇൻ ദ ട്രിനിറ്റി ലവ് ഈസ് കംപ്ലീറ്റ് ആൻഡ് പെർഫെക്റ്റ്. ബിക്കോസ് ഒരാളിൽ നിന്ന് ലവ് പുറപ്പെട്ടാൽ ഇറ്റ് ഈസ് കമ്മിങ് ബാക്ക് ടു ദാറ്റ് പേഴ്സൺ അഗെയിൻ. ഇറ്റ് ഈസ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ അനന്തമായിട്ട് ഒരു ലവ് അങ്ങോട്ട് പോവുക, തിരിച്ചു വരാതെ പോവല്ല. ഇറ്റ് ഈസ് കമ്മിങ് ബാക്ക് ടു ദ സെയിം പേഴ്സൺ. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ സർക്കിൾ. ദാറ്റ് ഈസ് പെർഫെക്റ്റ് ലവ്. അതിനെയാണ് എറ്റേണൽ ലവ് എന്ന് പറയുന്നത്. നിത്യസ്നേഹം വായിച്ചിട്ടില്ലേ? നിത്യസ്നേഹം. അവർ കോൺസെപ്റ്റ്, ഗ്രീക്ക് കോൺസെപ്റ്റിൽ നിത്യത എന്നാൽ എന്താണ്? ഗ്രീക്ക് കോൺസെപ്റ്റിൽ നിത്യത ഇൻഫിനിറ്റ് എന്ന, അതായത് ഒരു പോയിന്റിൽ നിന്ന് അനന്തമായ, ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ആണ്. നിങ്ങളിത് മനസ്സിലാക്കണം. അപ്പം നിത്യനരകം, നിത്യശിക്ഷ, ഇതെല്ലാം നമ്മുടെ കോൺസെപ്റ്റ് വരുമ്പോൾ എബ്രായൻ്റെ കോൺസെപ്റ്റ് വ്യത്യസ്തമാണ്, ഗ്രീക്കുകാരുടെ കോൺസെപ്റ്റ് വ്യത്യസ്തം. ഞാൻ ഇന്ന് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഇത് വളരെ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. കാരണം ഇത് ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ 10, 15, 16, 20 വർഷങ്ങൾ നമ്മൾ ചിന്തിച്ചു വന്ന കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കുക.
അപ്പോൾ ഇവിടെ ഈ ഗ്രീക്ക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ കോൺസെപ്റ്റിൽ എറ്റേണിറ്റി മീൻസ് ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ അനന്തമായ ഒരു നേർരേഖ എങ്ങനെ അങ്ങ് പോവാം. ഇതാണ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇതുകൊണ്ടാണ് നമ്മുടെ ആളുകൾ നിത്യയുഗങ്ങൾ അവനോടുകൂടെ ആയിരിക്കും എന്നൊക്കെ നമ്മുടെ വിചാരം എന്താ അറിയുമോ? ഇങ്ങനെ അങ്ങ് പോവാ, ടൈംലെസ്, അളക്കാൻ പറ്റാത്ത ദൂരം. കാരണം വെസ്റ്റേൺ തലയിൽ ഓൾവേസ് ദേ ആർ ടേക്കിംഗ് ഗോഡ്സ് മാറ്റർ വിത്ത് ടൈം ആൻഡ് സ്പേസ്. ടൈം ആൻഡ് സ്പേസിലായതുകൊണ്ട് ഇങ്ങനെ അനന്തമായിട്ട് നീണ്ടു പോവുകയാണ്, ഡിസ്റ്റൻസാണ്. പക്ഷെ എബ്രായൻ്റെ കോൺസെപ്റ്റിൽ, എബ്രായിക്ക് പശ്ചാത്തലത്തിൽ, ഗോഡ്ലി കോൺസെപ്റ്റിൽ, ട്രയൂൺ കോൺസെപ്റ്റിൽ എറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു വരയെന്നല്ല. എറ്റേണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഫ്രം ഓൺ ആൻഡ് എൻഡിങ് വിത്ത് ദാറ്റ് പേഴ്സൺ. ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് തന്നെ തിരിച്ചെത്തും. അതായത് ഒരു പോയിന്റിൽ നിന്ന് മറു സൈഡിൽ റൗണ്ട് ചെയ്ത് തിരിച്ച് അവിടെ തന്നെ എത്തുന്നതിന്റെ പേരാണ് എറ്റേണിറ്റി. That's what the Bible says. Jesus Christ is the Alpha and Omega. ആൽഫ ആൻഡ് ഒരാൾ തന്നെയാണ് ആൽഫ ഒമേഗ ആകുന്നത്. എങ്ങനെ? ഹി ഈസ് ദ ബിഗിനിങ് ആൻഡ് ഹി ഈസ് ദ എൻഡ്. ഡു യു ഗെറ്റ് മീ? ഹി ഈസ് ദ ബിഗിനിങ് ആൻഡ് ഹി ഈസ് ദ എൻഡ്. ഹി ഈസ് ദ ഓദർ ആൻഡ് ഹി ഈസ് ദ ഫിനിഷർ. ദാറ്റ് മീൻസ് ഹി ഈസ് ഒരാളാണ്, ഒറ്റ പോയിന്റ് ആണ് അത്. ഇറ്റ് ഈസ് കമ്മിങ് സർക്കിൾ ചെയ്ത് തിരിച്ച ആളിൽ തന്നെ ഹി ഈസ് ദ ആൽഫ ആൻഡ് ഹി ഈസ് ദ ഒമേഗ. ബിഗിനിങ് ആൻഡ് ദി എൻഡ്, ആരംഭവും അവസാനവും. ആൽഫ ആൻഡ് ഒമേഗ, ആലേഫ് ആൻഡ് തൗ. സോ ദിസ് ഈസ് അപ്പം ജീസസ് ക്രൈസ്റ്റ് ഈസ് എറ്റേണൽ മീൻസ് ഹി ഈസ് ദ ബിഗിനിങ് ആൻഡ് ഹി ഈസ് ദ എൻഡ്. ദാറ്റ് മീൻസ് ഇത് രണ്ടും കൂടെ ഒരാളിൽ തന്നെ സമ്മേളിക്കുകയാണ്. ഈ ഒരാളിൽ തന്നെ അതിരിക്കുകയല്ല. ഇറ്റ് ഈസ് വർക്കിംഗ്, ഈസ് സർക്കുലേറ്റിംഗ് ആൻഡ് കമ്മിങ് ബാക്ക് ടു ദ സെയിം പേഴ്സൺ. ദാറ്റ് ഈസ് എറ്റേണിറ്റി. So God's love is eternal. God's love eternal ആണെങ്കിൽ starting from God and reaching back to God. ഇത് നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കണം. ഇങ്ങനെ അനന്തമായ ഒരു നേർരേഖയല്ല ദൈവത്തിൻ്റെ വചനത്തിലെ ഒറിജിനൽ എറ്റേണിറ്റി. എറ്റേണിറ്റി എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ ഇതിലേക്ക് പോകരുത്. ഇത് മനുഷ്യൻ ഉണ്ടാക്കിയിരിക്കുന്ന ചിന്തകളാണ്. ഇത് വെസ്റ്റേൺ തിയോളജിയാണ്. ഈ വെസ്റ്റേൺ തിയോളജിയിലാണ് ഈ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഇതിനെ അത് ഫോർത്ത് ഡയമെൻഷൻ എന്നൊക്കെ പറയും. ഇതിങ്ങനെ ഒരു നേർരേഖയാണ്, ഇങ്ങനെ അങ്ങ് ഫോർത്തോ ഫിഫ്ത്തോ ഇങ്ങനെ പോവുകയാണ്, അനന്തമായിട്ട് നീണ്ടുപോകുന്ന എൻഡില്ല, എൻഡ്ലെസ് എന്ന് പറയും. സോ എൻഡ്ലെസ് അല്ല ഒറിജിനൽ എറ്റേണിറ്റി. മനസ്സിലാവുന്നുണ്ടോ? എൻഡ്ലെസ് അല്ല, അതായത് ആരംഭവുമില്ല അവസാനവുമില്ല. ഇതല്ല എറ്റേണിറ്റി. എറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ ആരംഭവും ഉണ്ട് അവസാനവും ഉണ്ട്. പക്ഷെ ഇത് ആരംഭിക്കുന്നത് ദൈവത്തിൽ നിന്നും അവസാനിക്കുന്നതും ദൈവത്തിൽ നിന്നാണ്. സോ ആരംഭിക്കുന്നത് ദൈവത്തിൽ നിന്ന്, അവസാനിക്കുന്ന ദൈവത്തിൽ. ഇതാണ് എറ്റേണിറ്റി. സോ അതിൻ്റെ അർത്ഥം ഇത് എവിടെ നിന്ന് ആരംഭിച്ചോ അവിടെ തന്നെയാണ് ഇത് തിരിച്ചെത്തേണ്ടത്, അവിടെ തന്നെ അവസാനിക്കണം. ആൽഫ ആൻഡ് ഒമേഗ. ഇത് നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കണം. ജീസസിനെ കുറിച്ച് പറയണം. ക്രൈസ്റ്റ് ഈസ് ആൽഫ ആൻഡ് ആലെഫ് ആൻഡ് തൗ. ആലെഫ് മീൻസ് ഫസ്റ്റ്, തൗ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു വടിയുടെ ഒരറ്റത്ത് ആൽഫയും ആലേഫും മറയറ്റത്ത് തൗ അല്ല. ഇത് സർക്കിളാണ്. കാരണം ഇത് രണ്ടാളല്ല, ഒരാൾ തന്നെ എങ്ങനെ ആരംഭവും അവസാനമാവും? ആരംഭവും അവസാനവും ഒരാൾ തന്നെ ആകണമെങ്കിൽ ആ ആള് നിത്യനായ ആകണം. അപ്പൊ ആ ആള് നിത്യനാണ് എന്നതിന്റെ തെളിവാണ് ഇദ്ദേഹം തന്നെയാണ് ആരംഭവും, ഇദ്ദേഹം തന്നെയാണ് അവസാനവും. ഹി ഈസ് ദ ഓദർ ആൻഡ് ഹി ഈസ് ദ കൺസ്യൂമർ. ഹി ഈസ് കൺസ്യൂമേറ്റിംഗ് ഓൾ. ഈ കോൺസെപ്റ്റ് നമുക്ക് നമ്മുടെ തലയിൽ നിന്ന് ഈ വെസ്റ്റേണിനെ എടുത്ത് കളയാമെങ്കിൽ തന്നെ നമ്മൾ ഒത്തിരി ബോധമുള്ളവരാകും, ഒത്തിരി ഗ്ലോറിയസ് ആണ്. അപ്പം ഈ ആൽഫ ആൻഡ് ഒമേഗ, ലവും അങ്ങനെ തന്നെ. ദൈവസ്നേഹം നിത്യമാണ്. നമ്മൾ ദൈവത്തിൽ നിന്ന് വന്നാൽ എല്ലാം നിത്യമാണെന്ന് പറഞ്ഞിട്ടില്ലേ? നിത്യത, നിത്യം. വാട്ട് ഈസ് ദ മീനിങ് നിത്യം? എല്ലാ വർഷാവർഷം കോടാകോടി വർഷം എന്നുള്ള അർത്ഥമല്ല. കാരണം ആഫ്റ്റർ ഈ നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ നിന്ന്, മെറ്റാഫിസിക്കൽ വേൾഡിൽ നിന്ന്, മെറ്റാഫിസിക് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ വേൾഡിൽ നിന്ന് എപ്പാർട്ട് ഫ്രം ദ വേൾഡ്, ഈ മെറ്റാഫിസിക് വേൾഡിലേക്ക് പോയതെങ്കിൽ സൂപ്പർ നാച്ചുറൽ വേൾഡിലേക്ക് നമ്മൾ പോയാൽ അവിടെ ടൈമും ഇല്ല, സ്പേസും ഇല്ല. സ്പേസ് എന്ന് പറഞ്ഞാൽ അവിടെ ദൂരം എന്നതുമില്ല, സമയം എപ്പോഴും ദൂരവുമായിട്ട് കണക്റ്റഡ് ആണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. സമയം എപ്പോഴും ദൂരവുമായിട്ട് കണക്റ്റഡ് ആണ്.
സമയമുണ്ടെങ്കിലേ ദൂരമുള്ളൂ, ദൂരമുണ്ടെങ്കിലേ സമയമുള്ളൂ. So there is no space in the spirit realm, so there is no time. അപ്പോൾ സ്പേസ് നമ്മൾ ഈ ലോകത്തുള്ളത് കൊണ്ടാണ് അക്കോമഡേഷൻ നമുക്ക് വരുമ്പോൾ we need more space, limited space, because we are limited by space. If we are limited by space, that means we are limited by time. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ 100 പേരെ, നമുക്ക് 50 പേര് ഇരിക്കുന്നിടത്ത് 100 പേര് ഇരിക്കാൻ പറ്റത്തില്ല, ബിക്കോസ് ലിമിറ്റഡ് സ്പേസ് ആണ് അതിനകത്ത്. പിന്നെ സ്പേസ് വന്നാൽ തന്നെ ദൂരം കൂടുന്നുണ്ട്, ദൂരം പോകുന്നുണ്ട്, ദൂരം കൂടുന്നതിനനുസരിച്ച് ടൈം പോകുന്നുണ്ട്. സോ ഇറ്റ്സ് ഓൾറെഡി കണക്റ്റഡ് ആണ്, ടൈമും ദൂരവും കണക്റ്റഡ്. ബട്ട് ദർ ഇസ് നോ സച്ച് തിങ് ഇൻ ദ ട്രിനിറ്റി, ദർ ഇസ് നോ സച്ച് തിങ് ഇൻ ദ സ്പിരിറ്റ് വേൾഡ്. സ്പിരിറ്റ് വേൾഡിൽ ഒരാൾ നിത്യൻ എന്ന് പറയുമ്പോൾ തന്നെ ഹി ഹാസ് ടു സ്റ്റാർട്ട് ഫ്രം ജീസസ് ആൻഡ് ഹി ഹാസ് ടു റീച്ച് ബാക്ക് ടു ജീസസ്. പോൾ പറയുന്ന വാക്കുണ്ട്, ഐ വാണ്ട് ടു ഗോ ടു ഹെവൻ എന്ന് പോൾ പറഞ്ഞിട്ടില്ല. സ്വർഗത്തിലെത്തണമെന്ന് താൻ പറഞ്ഞിട്ടേ ഇല്ല. തൻ്റെ പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പൗലോസ് പറയുന്ന വാക്യം എന്നാണ്, വിട്ടുപിരിഞ്ഞ് സ്വർഗത്തിൽ പോകാൻ താല്പര്യപ്പെടുന്നു എന്നല്ല, മറിച്ച് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ വാഞ്ചിക്കുന്നു. അപ്പൊ ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ വാഞ്ചിക്കുന്നു പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഐ വാണ്ട് ടു ബി എറ്റേണൽ, ഐ വാണ്ട് ടു ബി എൻ എറ്റേണൽ ബീങ്, ഐ വാണ്ട് ടു ബി എറ്റേണലി വിത്ത് ദ ലോർഡ്, ഐ വാണ്ട് ടു റീച്ച് മൈ ബിഗിനിങ്. എൻ്റെ ജെനിസിസിലേക്ക് എനിക്ക് തിരിച്ചു പോകണമെന്നാണ്. സോ ആ ആൾ ജെനിസിസിലേക്ക് തിരിച്ചു പോകുമ്പോളേ ആ ആള് നിത്യനാകത്തുള്ളൂ. ആമേൻ. ഇന്ന് ഇത് കേൾക്കണേ തന്നെ ഒരു സ്പെഷ്യൽ പേഷ്യൻസ് ആവശ്യമുണ്ട്. കർത്താവ് നിങ്ങൾക്ക് കൃപ തരട്ടെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഞാൻ കൈമാറുക. സോ ഗോഡ്സ് ലവ് മീൻസ് റഹാം. റഹാം എന്ന് പറയുന്നതും ഖാവ് എന്ന് പറയാൽ അഗാപ്പെ ലവ്. സോ ഈ അഗാപ്പെ ലവ് ദൈവം എന്ത് ചെയ്യാണ്? മനുഷ്യരിലേക്ക് കാണിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ലവ്, അതായത് ട്രിനിറ്റിക്ക് ഇത് പെർഫെക്റ്റ് ആണ്. സോ വെൻ ഇറ്റ് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ദ ട്രിനിറ്റി, ഇറ്റ് ഈസ് റീച്ചിങ് ഔട്ട് ഓഫ് ദ ട്രിനിറ്റി. ട്രിനിറ്റിയിൽ നിന്ന് ഇത് ഭൂമിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഈ തൃത്വത്തിൽ നിന്ന്, ഈ തൃത്വം എന്ന് പറയുന്ന ഈ സർക്കിളിൽ നിന്ന്, ഈ മനോഹാരിതയിൽ നിന്ന് ഈ സ്നേഹം എന്ത് ചെയ്യാണ്? ഇറ്റ് ഈസ് എക്സ്റ്റെൻഡിങ് ടുവേർഡ്സ് ദ വേൾഡ്. അതാണ് കാണുന്നത്. ദൈവം തൻ്റെ മകനെ നൽകാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ തൃത്വത്തിൽ ഒരാളെ ഇവിടെ കൊടുക്കാൻ, ഈ മനുഷ്യർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി, ത്യാഗമാക്കാൻ വേണ്ടി ഡാഡി എന്ത് ചെയ്യുക? ഒരു സ്നേഹത്തെ ഈ എക്സ്റ്റെൻഡ് ചെയ്തു. എക്സ്റ്റെൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ട്രിനിറ്റിക്കകത്ത് നിന്ന് ലവ് എന്ത് ചെയ്തു? ഭൂമിയിലേക്ക് എക്സ്റ്റെൻഡ് ആകുക. എക്സ്റ്റെൻഡ് ആകുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. അങ്ങോട്ട് മാത്രമായി ഇത് പോകുന്നത്. ഈ കൺസ്യൂമിങ് പാഷൻ ദൈവത്തിൽ നിന്ന് ഇങ്ങനെ പുറത്തു വരികയാണ്. കൺസ്യൂമിങ് പാഷനാണ്. ലവ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എ ഗോഡ്സ് കൺസ്യൂമിങ് പാഷനാണ്. കൺസ്യൂമിങ് പാഷൻ. സോ അതുകൊണ്ടാണ് നമ്മുടെ കർത്താവിനെ കുറിച്ച് ബൈബിൾ ഹി ഈസ് ദ ഷെപ്പേർഡ്. ദൈവം നമ്മളെ ഇടയനാകുന്നു എന്ന് പറയുന്നുണ്ട്. ഇടയൻ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? റാഹ്. യഹോവ റാഹ്. റാഹ് എന്ന് പറഞ്ഞാൽ റോഷ് ആൻഡ് ഐൻ. റോഷ് ഐൻ. റോഷ് മീൻസ് തല, ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണ്. റോഷ് ഐൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാഷനറ്റ്. അത് കണ്ണിങ്ങനെ വാസ്തവത്തിൽ ഈ ഒരു ഫയർ കണ്ണിൽ കൂടി ഇങ്ങനെ പുറപ്പെട്ട് പാഷനറ്റ് ആയിട്ട് ഒരാളുടെ മേൽ ഇങ്ങനെ ദൃഷ്ടി വെക്കുന്നതിൻ്റെ പേരാണ് റാഹ്. യഹോവ എൻ്റെ ഇടയൻ എന്നൊക്കെ പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഒരു വടിയും പിടിച്ചുകൊണ്ട് തോളെ ഒരു സഞ്ചിയും വെച്ചുകൊണ്ട് വരുന്ന ആളെന്നല്ല. നമ്മുടെ പുറത്തോട്ട് കണ്ണ് വെച്ച് നമ്മളെ ദഹിപ്പിക്കുന്ന നിലയിൽ, നമ്മളെ ഇങ്ങനെ ദഹിപ്പിക്കുന്ന, കൺസ്യൂം ചെയ്യുന്ന നിലയിൽ കരുതാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും സൂക്ഷിക്കാനും നടത്താനും എത്തേണ്ടിടത്ത് എത്തിക്കാനും ഹൃദയത്തിൽ നിന്ന് ഈ ജ്വാലയെ പുറപ്പെടുവിക്കുന്ന വ്യക്തിയാണ് റാഹ്. കൺസ്യൂമേറ്റ് അല്ലെങ്കിൽ കൺസ്യൂമിങ് പാഷൻ. The Lord is my shepherd means the Lord is my consuming passion. He has a consuming passion. ഡേവിഡ് അതുകൊണ്ടാണ് പറഞ്ഞത് യഹോവ എൻ്റെ ഇടയനാന്ന് പറഞ്ഞാൽ യഹോവയ്ക്ക് എൻ്റെ മേല് ദഹിപ്പിക്കുന്ന നിലയിലുള്ള, എന്നെ അങ്ങ്
നമ്മൾ പറയുന്നത് നിന്നെ ഞാൻ കൊല്ലു എന്ന് പറയത്തില്ല ചില ആളോട്. സ്നേഹം ഗുണം പറയുന്നേ നല്ല സ്നേഹം, അതിൻ്റെ അർത്ഥം അത് നെഗറ്റീവ് അല്ല. നിന്നെ ഞാൻ കടിച്ച് തിന്നും കൊന്നു കളയുന്നൊക്കെ പറയത്തില്ലേ, അത് കൊല്ലുകയല്ല. ആക്ച്വലി അങ്ങ് കൺസ്യൂമേറ്റ് ചെയ്യാൻ വേണ്ടി അവരെ അങ്ങ് നമ്മുടെ അകത്തോട്ട് ഇങ്ങനെ അബ്സോർബ് ചെയ്ത നിലയിൽ, അവരെ അങ്ങ് ദഹിപ്പിക്കുന്ന നിലയിലുള്ള ഒരു പാഷൻ്റെ പേരാണ് ഈ റാഹ് എന്ന് പറയുന്ന വാക്ക്. അതാണ് ഈ ഞാൻ പറഞ്ഞ എല്ലാ ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സും സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. അപ്പം ഞാൻ ഒത്തിരി അങ്ങോട്ട് പോകാതെ നിങ്ങളെ ഞാൻ ഇതിനകത്ത് തന്നെ നിർത്തുക. അപ്പോൾ ട്രിനിറ്റിയുടെ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം, പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹായുടെ അകത്തെ സ്നേഹം എറ്റേണൽ ആണെന്ന് എങ്ങനെ മനസ്സിലായല്ലോ? ദൈവത്തിൻ്റെ ദയ നിത്യമാവുമെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ഗോഡ് ആൻഡ് റീച്ചിങ് ബാക്ക് ടു ഗോഡ്. ഇത് സർക്കിളാണ്, ഈ സർക്കിളാണ് എറ്റേണിറ്റി. അപ്പം നമ്മുടെ വെസ്റ്റേൺ തലയിൽ ഈ നീണ്ട വര എടുത്ത് കളയണം. കഴിഞ്ഞകാല നിത്യത മുതൽ വരുംകാല നിത്യത എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത ഇങ്ങനെ നീണ്ടു കിടക്കുക. നമ്മുടെ മുഴുവൻ തോട്ട് പാറ്റേൺ ഈ വെസ്റ്റേൺ തോട്ട് പാറ്റേൺ നീണ്ടു കിടക്കുക. അപ്പം നിത്യ യുഗങ്ങൾ അവർ ദഹിക്കും. നിത്യ യുഗങ്ങളിൽ അവരെന്താവും? അവർ കഷ്ടപ്പെടും. ഇതൊക്കെ ഈ നിത്യ നരകം, ഇങ്ങനെ ലോങ് കോടാകോടി വർഷം എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഈ വർഷം ഹെവനിൽ വർഷമുണ്ടോ? ഹെവനിൽ ടൈമില്ല. ഹെവനിൽ ടൈം ഇല്ലാത്തതുകൊണ്ട് ഹെവനിൽ എന്തില്ല? ഇങ്ങനെയുള്ള സ്പേസും ഇല്ല. ഇനി ഞാൻ എങ്ങനെ മനസ്സിലാക്കി തരണ്ടേ? ഞാൻ അതിന് ഒരു ഉദാഹരണം പറയാം. ഒരു ദിവസം എലീശ തൻ്റെ ശിഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എലീശ തൻ്റെ ശിഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അരാം സൈന്യം വന്ന് വളഞ്ഞപ്പോൾ ഏലീശയുടെ ശിഷ്യൻ ഭയങ്കര ഭയപ്പെട്ടു. അപ്പോൾ ഏലീശ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് ഇവൻ്റെ കണ്ണൊന്ന് തുറന്നു കൊടുക്കണം. ഇത് ഞാൻ പറയുന്ന ഈ വേർഡുകൾ നിങ്ങൾ വളരെ പ്രാധാന്യത്തോടെ സ്വീകരിക്കണം. ഇതൊരു പഠിപ്പിക്കുകയല്ല ഞാൻ പറഞ്ഞു. ഇത് വാസ്തവത്തിൽ നിങ്ങളുടെ ചേഞ്ച് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ്. നിങ്ങളുടെ ഹൃദയത്തെ ചേഞ്ച് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ്. അപ്പം ഈ എലീശ പ്രാർത്ഥിക്കുമ്പോൾ എന്താ പ്രാർത്ഥിക്കുന്ന അറിയാമോ? ദൈവമേ, എൻ്റെ ബാല്യക്കാരൻ്റെ കണ്ണൊന്ന് തുറന്നു കൊടുക്കണം. ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു കൊടുക്കുക. ബാല്യക്കാരൻ നിൽക്കുന്ന എവിടെയാണെന്നറിയാമോ? എലീശയുടെ അടുക്കലാണ്. ഏലീശയുടെ അടുക്കൽ നിൽക്കുന്ന ബാല്യക്കാരൻ, ഇതാണ് ഒരു ഡയമെൻഷൻ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഡയമെൻഷൻ. ഏലീശയുടെ അടുക്കൽ നിൽക്കുന്ന ബാല്യക്കാരൻ്റെ കണ്ണ് ദൈവം തുറന്നു കൊടുത്തപ്പോൾ ബാല്യക്കാരൻ കാണുന്ന കാഴ്ച 1000 അഗ്നിരഥങ്ങളും 1000 അഗ്നി അശ്വങ്ങളും ഏലീശയ്ക്ക് ചുറ്റും നിൽക്കുന്നത് കാണുന്നു. ചിന്തിക്കരുത്. ഏലീശയും ഏലീശയുടെ ശിഷ്യനും തമ്മിൽ 10 അടി വ്യത്യാസം ഉണ്ടെന്നിരിക്കട്ടെ, പോട്ടെ, 20 അടി വ്യത്യാസം ഇരിക്കട്ടെ. ഇയാളുടെ സ്പിരിച്വൽ ഐസ് ഓപ്പൺ ആയപ്പോൾ ഇയാളും ഏലീശയും തമ്മിലുള്ള ദൈർഘ്യം എത്ര നോക്കി, ദൂരം നോക്കി. ഇതിനകത്തൊരു വലിയ സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് കേട്ടോ. ശരീരത്തിൽ അടുത്ത് നിന്നാലും സ്പിരിച്വൽ വേൾഡിൽ ഭയങ്കര ദൂരത്താണെന്ന് അർത്ഥം. 1000കണക്കിന് അശ്വങ്ങളെയും അഗ്നിരഥങ്ങളെയും നിർത്താൻ, അതിനെ ആ വാറിന് സജ്ജമാക്കി നിർത്തുന്ന നിലയിൽ കൊണ്ടുവന്ന് നിർത്തുന്ന അത്ര ഗ്യാപ്പുണ്ട് ഏലീശയ്ക്കും ഏലീശയുടെ ശിഷ്യനും തമ്മിൽ. ഇതാണ് നമ്മൾ അറിയേണ്ട ട്രൂത്ത്. അതായത് ഏലീശ അക്ഷരികമായിട്ട് നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്താണ് ശിഷ്യൻ നിൽക്കുന്നത്. ആത്മകണ്ണിൽ ഇദ്ദേഹം കാണുന്നത് ഇയാൾക്കും ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനും ഇടയിൽ 1000കണക്കിന് രഥങ്ങൾ ഇദ്ദേഹത്തിന് ചുറ്റും ഇങ്ങനെ സറൗണ്ട് ചെയ്ത് നിൽക്കണമെങ്കിൽ എത്ര ദൂരത്തായിരിക്കും ഈ ശിഷ്യൻ? അക്ഷരത്തിൽ അല്ലെങ്കിൽ കണ്ണുകൊണ്ട് നിൽക്കുമ്പോൾ 10 അടി ദൂരത്തിൽ, ആത്മകണ്ണിൽ ഇദ്ദേഹം ഏതോ മൈൽ അപ്പുറത്ത് നിൽക്കുക. അപ്പം ആത്മലോകത്തെ ഒരു 2 മൈൽ ദൂരമെന്നൊക്കെ പറയുന്നത് സ്പിരിച്വൽ ലോകത്തെ അല്ലെങ്കിൽ ഈ നമ്മുടെ മെറ്റീരിയൽ വേൾഡിലെ 10 അടിയാണ്. 10 അടി. അതായത് നമ്മൾ കാണുന്ന ഈ 10 അടിക്കകത്ത് ആത്മമണ്ഡലത്തിൽ 4-5 മൈൽ ദൂരത്തുള്ള കാര്യങ്ങളെ ഒരുമിപ്പിച്ച് നിർത്താനുള്ള കപ്പാസിറ്റി. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത് സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ ഓട്ടം ഓടാൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓടുന്ന ഓട്ടത്തിൻ്റെ ആ ദൂരത്തിന് ചുറ്റും ഇപ്പോൾ ഒരു ഗാലറി, ഇപ്പം 100 മീറ്റർ ഓടുക അല്ലെങ്കിൽ 1000 മീറ്റർ ഓടുകയാണെങ്കിൽ ആ ഓടുന്ന ഗാലറിയുടെ ചുറ്റും 1,00,000 പേർക്ക് ഇരിക്കാൻ പറ്റും. പക്ഷെ ആത്മമണ്ഡലത്തിൽ നമ്മൾ ഓടുന്ന ഈ ഓട്ടത്തിന്റെ ചുറ്റും നമ്മുടെ ലൈഫ് സ്പാനിൽ 70 വർഷത്തെ നമ്മുടെ ഓട്ടത്തിന്റെ ആ ദൂരത്തിൽ പ്രപഞ്ചത്തിലെ സകല വിശുദ്ധന്മാർക്കും ഒരുമിച്ച് ആ സർക്കിളിൽ കൂടാൻ പറ്റും. സ്തോത്രം. പ്രപഞ്ചത്തിലെ സകല വിശുദ്ധന്മാർക്ക്, ആദം മുതൽ സകല വിശുദ്ധന്മാർക്കും ആ ഗാലറി വന്നിരിക്കാൻ പറ്റും. അത്ര സ്പേസ് ആണ്.
അതാണ് ഞാൻ പറഞ്ഞത്, നിത്യതയുടെ മണ്ഡലത്തിൽ സ്പേസ് ഇല്ല. നിത്യതയുടെ മണ്ഡലത്തിൽ സ്പേസ് അല്ല പ്രശ്നം, ഇറ്റ്സ് എ സർക്കിളാണ്. ഇറ്റ്സ് എ സറൗണ്ടഡ് ബൈ, എല്ലായിടത്തും ഒരുപാട്, എത്ര വേണമെങ്കിലും ഞാൻ പറയാം, സറൗണ്ടഡ് ബൈ. സോ ദ ലവ് ഈസ് എ സർക്കിൾ, ദയ സർക്കിളാണ്. അതല്ലേ പറഞ്ഞ, ഈ എങ്ങനെ പറഞ്ഞു തന്നെ, ഉദയം അസ്തമയത്തോട് അകന്നു നിൽക്കുന്നത് പോലെ യഹോവയെ നിന്റെ ദയ ഞങ്ങളോട് വലുതായിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ആർക്കെങ്കിലും അതിന് ഞാൻ ഈ പറഞ്ഞ ചിന്ത വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉദയം അസ്തമയത്തോട് അകന്നു അതുപോലെ ദൈവത്തിൻ്റെ ദയ വലുതാകുന്നതാണ്. സോ ഗോഡ്സ് കൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ഈ സൺറൈസ് മുതൽ സൺസെറ്റ് വരെയുള്ള ടൈം എന്ന് പറഞ്ഞാൽ, സൺറൈസും സൺസെറ്റും എവിടെയാണ്? ഇത് ഒരു ഫിനോമിനയാണ് അത്. അതായത് ഭൂമി മാത്രമേ ടേൺ ആവുന്നുള്ളൂ, സൂര്യൻ അവിടെ തന്നെയാണ്. അപ്പം സൂര്യൻ അവിടെ തന്നെ, അതായത് സൺസെറ്റും അവിടെ തന്നെയാണ്, സൺറൈസും അവിടെ തന്നെയാണ്. അതിൻ്റെ അർത്ഥം എന്താ? എബ്രാഹിമിൻ്റെ കോൺസെപ്റ്റ് അത് എന്ന് പറഞ്ഞാൽ നിന്റെ ദയ എറ്റേണൽ ദയാണെന്ന് അതിൻ്റെ അർത്ഥം. അല്ലാതെ ഈ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ദൂരമല്ല. ഉദയം അസ്തമയത്തോട് അകന്നു നിൽക്കുന്ന പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതാകുന്നു. അപ്പം നമ്മുടെ ചിന്ത എന്താണ്? ഇത്ര ദൂരം എന്നാ. അങ്ങനല്ല, മറിച്ച് എന്താണ്? ഉദയവും അസ്തമയവും ഒരെണ്ണത്തിൽ തന്നെയാണ്. സൂര്യൻ ഉദിക്കുന്നുമില്ല, സൂര്യൻ അസ്തമിക്കുന്നുമില്ല, സൂര്യൻ്റെ ചുറ്റും ഇത് കറങ്ങുന്നതേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് അർത്ഥമാക്കുന്നത് നിന്റെ ദയ എറ്റേണൽ ആണെന്ന്. ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സബ്ജക്റ്റ് തീരത്തില്ല. മനസ്സിലായവർക്കായി സ്തോത്രം. ഇനി റഹാം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഈ റഹാം ഞാൻ പറഞ്ഞല്ലോ, ഖാഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കൺസ്യൂമിങ് പാഷൻ. ദൈവം ഒരാളെ സ്നേഹിച്ചെന്ന് പറഞ്ഞ ഉടനെ ഐ ലവ് യു എന്നല്ല. ദൈവത്തിൻ്റെ ആ കൺസ്യൂമിങ് നേച്ചർ, കൺസ്യൂമിങ് പാഷനാണ് ലോകത്തോട് വെളിപ്പെടുത്തി. അതാണ് ട്രിനിറ്റിയിൽ നിന്ന് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ആയ ലവ്. അതാണ് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ആയ ലവ്, സ്നേഹം. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ജസ്റ്റ് ലൈക്ക് എ ഫയറാണ്, ഒരു കൺസ്യൂമിങ് ഫയറാണ്. അതായത് അത് നമ്മളെ ദഹിപ്പിക്കുകയാണ്, ആ സ്നേഹത്തിൽ നമ്മൾ ദഹിച്ചു പോവുകയാണ്. ഇനി റഹാം എന്ന വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. റഹാം എന്ന വാക്കിൻ്റെ ട്രൂ മീനിങ് എന്ന് പറഞ്ഞാൽ, when God loves the persons, ദൈവം ഒരാളെ സ്നേഹിക്കുന്നു. You know what is salvation? ഇനി സാൽവേഷൻ പഠിക്കണം. എന്തായിരിക്കും സാൽവേഷൻ? ദൈവം തൻ്റെ പുത്രനെ നൽകാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതാണല്ലോ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നേ. എങ്ങനെ രക്ഷ? എന്തായിരിക്കും രക്ഷ എന്ന് പറഞ്ഞാൽ? ഒരാളെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ദൈവത്തിൻ്റെ ആ എക്സ്റ്റൻഡഡ് ലവ്, അഗാപ്പയുടെ ആ ലവ്, ട്രിനിറ്റിയിൽ നിന്ന് പുറത്തു വന്ന ആ കൺസ്യൂമിങ് ലവിനോട് ഞാൻ എന്ത് ചെയ്തു? തിരിച്ചങ്ങോട്ട് എൻ്റെ റെസ്പോൺസ് ഉണ്ടായി. ഞാൻ തിരിച്ചങ്ങോട്ട് പ്രതികരിച്ചു. ഞാൻ തിരിച്ച് പ്രതികരിച്ചപ്പോൾ ഐ റെസ്പോണ്ട് ടു ദ ലവ്. ദാറ്റ് മീൻസ് അവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ആ ലവ് വന്നു. ഞാൻ ആ സ്നേഹം തിരിച്ച് ദൈവത്തോട് കാണിച്ചു. അങ്ങനെ എൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം എന്നിൽ നിന്ന് തിരിച്ചങ്ങോട്ട് വന്നപ്പോൾ ദാറ്റ് ലവ് ഈസ് കംപ്ലീറ്റഡ്. ദാറ്റ് മീൻസ് ട്രിനിറ്റിയിൽ എങ്ങനെ ഇപ്പോൾ ലവ് ആയോ അതുപോലെ യേശുവിനെ സ്നേഹിക്കുന്ന ഞാനും ഐ റെസ്പോണ്ട് ടു ദ ലവ് ആൻഡ് ഐ ഗിവ് ഇറ്റ് ബാക്ക്. ഞാൻ തിരിച്ചു ദൈവത്തിങ്കിലേക്ക് ആ സ്നേഹത്തെ തിരിച്ചു. ഐ ബിഗാൻ ടു ലവ് ഗോഡ്. സോ ഗോഡ് എന്നോട് പറഞ്ഞു ഐ ലവ് യു. ഞാൻ തിരിച്ചു പറഞ്ഞു ഐ ലവ് യു ടു ലോഡ് എന്ന് പറയുമ്പോൾ ആ ലവിൻ്റെ പേരാണ് റഹാം. ദാറ്റ് ഈസ് ട്രൂ അഗാപ്പെ. ദാറ്റ് ഈസ് ദ പെർഫെക്ഷൻ ഓഫ് ദ ലവ്. സോ ഞാൻ പറഞ്ഞല്ലോ, ഒരാളിലേക്ക് മാത്രം വരുമ്പോൾ, സ്നേഹം ഒരാൾക്ക് മാത്രം കൊടുക്കുക, തിരിച്ച് കിട്ടുന്നില്ലെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ആ സ്നേഹിക്കുന്ന ആൾക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുന്നത്? ഹാർട്ട്, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ അത് മുറിവേൽപ്പിക്കും. ഒരാളെ സ്നേഹിക്കുന്നു, തിരിച്ച് സ്നേഹിക്കുന്നില്ല, ആഹം മുഴുവൻ എന്തായിരിക്കും? സന്തോഷം കാണത്തില്ല. സന്തോഷം വരുന്ന എപ്പോഴാണെന്നറിയാമോ? ആ സ്നേഹത്തോട് ആളുകൾ പ്രതികരിച്ച് തിരിച്ച് സ്നേഹിക്കുമ്പോഴാണ് ദൈവത്തിനകത്ത് സന്തോഷം വരുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗം ഏറ്റവും കൂടുതൽ സന്തോഷി. സെഫന്യാവിൻ്റെ ലേഖനത്തിൽ, പ്രവചന പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, സുവിശേഷത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രക്ഷയിൽ അവൻ ആനന്ദിക്കുന്നെന്നാണ്, ഉല്ലസിക്കുന്നെന്ന്. രക്ഷയിൽ ഉല്ലസിക്കുക എന്നാണ്. എങ്ങനെയാണ് ദൈവം തൻ്റെ രക്ഷയിൽ ഉല്ലസിക്കുന്നത്? ദൈവം കൊടുത്ത സ്നേഹത്തോട് മനുഷ്യൻ തിരിച്ച് പ്രതികരിക്കുകയാണ്. ഗോഡ് പറയുന്നത്, എനിക്ക് നിങ്ങളോട് സ്നേഹം ഞാൻ കാണിച്ചു കുരിശിൽ, എൻ്റെ പുത്രനെ നിങ്ങൾക്ക് തന്നു,
നിങ്ങളുടെ 1000 ബലിമൃഗങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ എൻ്റെ പുത്രൻ്റെ മേൽ ആ യാഗം നടന്നപ്പോൾ, ആ പുത്രന് യാഗമായപ്പോൾ എല്ലാം ഞാൻ തന്നു, എൻ്റെ മകനെ വരെ തന്നു, ഇനി എനിക്ക് സ്നേഹമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മകനെ കുരിശിൽ മനുഷ്യർക്ക് വേണ്ടി യാഗമായിട്ട് ഏൽപ്പിക്കുന്ന നിലയിൽ ലേഖനങ്ങൾ അകറ്റി. ഓക്കെ, അങ്ങനെയുണ്ട്. വേറൊരു വാക്യമുണ്ട്. ഓക്കെ, ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അതുപോലെ തന്നെ വേറൊരു വാക്കുണ്ട്, ദയയെക്കുറിച്ചുണ്ട്. ഭൂമിയോട് അകന്നിരിക്കുന്നത് പോലെ എന്നൊരു വാക്കുണ്ട്. അത് ഞാൻ പിന്നെ തപ്പിത്തരാം. ഓക്കെ, അത് കിട്ടുവാണെങ്കിൽ ജോഷി ബ്രദർ നേട്ടാട്ടെ. ലംഘനങ്ങളെ അകറ്റിയിരിക്കുന്നു പറഞ്ഞാലും അതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെ കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കുക. മറ്റൊരു വേർഡും ഉണ്ട്, അതെനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല, റെഫറൻസ് ഇടാം. ഇവിടെ സ്നേഹം തിരിച്ചു കൊടുക്കുക. ആ സ്നേഹം തിരിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം തിരികെ ആ ആളിലേക്ക് വരുമ്പോൾ അത് കംപ്ലീറ്റ് ആകുകയാണ്. സ്നേഹം കംപ്ലീറ്റായി മാറുക. അങ്ങനെ ആ സ്നേഹത്തിൻ്റെ പേരാണ് റഹാം. ഖാവ് എന്തായി മാറുക? റഹാമായി മാറുകയാണ്. സ്നേഹം റഹാമായിട്ട് മാറുക. അതേ റെസ്പോണ്ടിങ് ബാക്ക് ടു ഗോഡ്. അത് റെസ്പോണ്ട് ചെയ്യാത്തിടത്തോളം കാലം ആ സ്നേഹം എങ്ങനെയായിരിക്കും? ഒരാളിൽ നിന്ന് മാത്രം ആ സ്നേഹം പുറത്തു പോവുക. ആ സ്നേഹം പുറത്തു പോകുമ്പോൾ, ആ സ്നേഹം തിരികെ ലഭിക്കാതിരിക്കുമ്പോൾ 100% എവിടെയാണെന്ന് മുറിവേൽക്കുന്നത്? ഏത് ഭാഗം? എവിടെയാണ് മുറിവ്? നമുക്കല്ല മുറിവ്, സ്നേഹിച്ച ആളുകളുടെ ഹൃദയത്തിനാണ് മുറിവ് വരുന്നത്. ഇനി നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പോവാം. The Bible says God is love. God is love. That means God is agape love. നമ്മളതിനെ അൺകണ്ടീഷണൽ ലവ് എന്നുണ്ട്. അൺകണ്ടീഷണൽ ലവ് അല്ല അതിൻ്റെ ഒറിജിനൽ കേട്ടോ. അൺകണ്ടീഷണൽ ലവ് എന്നുള്ളത് നമുക്കറിയാവുന്ന ഭാഷയിൽ തന്നതാണ്. ഒരു കണ്ടീഷൻ ഇല്ലാത്ത ലവ്, അതിനൊക്കെ ഒത്തിരി അപ്പുറത്താണത്. അതിനൊക്കെ ഒരുപാട് അകലെ. ഒരു കണ്ടീഷൻസിൻ്റെ ഒരു മാനദണ്ഡമോ ഒരു അൺകണ്ടീഷണൽ സംഭവം അല്ല ഇതിനകത്ത്. ഇതൊരു സെൽഫ് സാക്രിഫൈസിങ്, അതായത് എങ്ങനെ പറഞ്ഞു തരണം, അതായത് അതർ സെൻറ്റേഡ് ആയിട്ടുള്ള, മറ്റൊരാളെ മാത്രം നോക്കി അതർ സെൻറ്റേഡായി മ്യൂച്വൽ സബ്മിറ്റഡ് ആയിട്ട് വേറൊരാളെ ഫോക്കസ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന സ്നേഹമാണ് ഈ അഗാപ്പെ സ്നേഹം എന്ന് പറയുന്നത്. ആ സ്നേഹമാണ് ദൈവം. സോ ഗോഡിൻ്റെ സബ്സ്റ്റൻസ്, ദൈവത്തെ നിങ്ങൾ ഏത് മേഖലയിൽ ടച്ച് ചെയ്താലും അത് സ്നേഹം മാത്രമാണ്. പക്ഷെ വേറൊരു വാക്യം വലിയ പ്രശ്നങ്ങൾ ചെയ്യാറുണ്ട്. വലിയ പ്രശ്നം ചെയ്യും. എന്തെന്നറിയാമോ? അത് നമ്മുടെ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 21-ാം വാക്യം ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ ദൈവമോ ദഹിപ്പിക്കുന്ന അഗ്നിയാകും. ഈ ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്നു എന്ന വാക്ക് വളരെ വികലമായിട്ട്, യാതൊരു അൺജസ്റ്റിസായിട്ട് ഈ ക്രൈസ്തവ ലോകത്തെ മതങ്ങളുടെ ഇടയിൽ നന്നായിട്ട് നമ്മുടെ കർത്താവ് കത്തിച്ച് കളയും. ഈ വേർഡ് വെച്ചാണ് ആളുകൾ നരകത്തെ തന്നെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. അതായത് ദൈവം സ്നേഹം തന്നെ, പക്ഷെ അവൻ ആരും കൂടാ, അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. നമ്മൾ അന്നേരം ഇനി ബൈബിളിൽ എടുക്കണം, ദഹിപ്പിക്കുന്ന അഗ്നി. എന്തിനാ ഈ ദഹിപ്പിക്കുന്ന? കൺസ്യൂമിങ് ഫയർ. സോ ഇഫ് ഗോഡ് ഈസ് ഗോഡ്സ് ലവ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ഗോഡ്സ് ലവ് അഗാപ്പെ പാവോ. ഞാൻ കുറച്ചും കൂടെ മനസ്സിലാക്കി തരാം. ഞാൻ നേരത്തെ പറഞ്ഞു അഗാപ്പെ മീൻസ് എഗോ പ്ലസ് പാവോ എന്നല്ലേ? എഗോ പ്ലസ് പാവോ. എഗോ പ്ലസ് പാവോ എന്ന് പറഞ്ഞാൽ എന്താ? ലീഡ് ദം ടു റെസ്റ്റ് എന്നാ. ഈ ലീഡ് ദം ടു റെസ്റ്റ് ചെയ്യുന്ന ആരാ? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവില്ല, പച്ചയായ പുൽപ്പുറങ്ങൾ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരിയിലേക്ക് അവൻ എന്നെ നടത്തുന്നു, സ്വസ്ഥതയിലേക്ക് നടത്തുന്നു. അഗാപ്പെ ലവിൻ്റെ എക്സ്പ്ലനേഷൻ അത്, ലീഡ് മീ ടു ദ റെസ്റ്റ്. സോ ഇങ്ങനെ എന്നെ ഈ റെസ്റ്റിലേക്ക് നടത്തുന്ന ആളിൻ്റെ പേരാണ് റാഹ്. റാഹ് എന്ന് പറഞ്ഞാൽ ഇടയൻ. അപ്പൊ ഇടയൻ എന്ന ആ വേർഡിനകത്ത് ആ ആളിന്റെ പ്രവൃത്തി എന്താ? ലീഡ് ദം ടു റെസ്റ്റ്. ലീഡ് ദം ടു റെസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? റഹാം അല്ലെങ്കിൽ ഖാവ് എന്ന് പറയുന്ന ആ സ്നേഹം, ആ അഗാപ്പെ ലവ് ആണ്. അപ്പൊ എന്നെ എന്ത് ചെയ്യാണ്? ഇനി അടുത്തത്, ഈ റാഹ് എന്ന് പറഞ്ഞാൽ എന്താ?
റാഹ് എന്ന് പറഞ്ഞാൽ എന്താ? കൺസ്യൂമിങ് പാഷൻ എന്നാണ്. കൺസ്യൂമിങ് പാഷൻ. ഇടയൻ എന്ന വാക്കിന്റെ ഒറിജിനൽ ഹീബ്രുവില് ആ റാഹ് എന്ന പദം. അതിന് ഈ റാഹ് RH എന്ന് പറയുന്ന ആ പദം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈവിൾ കാര്യങ്ങൾക്ക് വേണ്ടി, തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈ ആൽക്കഹോളിന് അഡിക്റ്റഡ് ആയിരിക്കുന്ന ആളുകൾ, മറ്റ് ഇതര ഇല്ലിസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടറിന് അടിമയായിട്ടിരിക്കുന്നവർ, ലൈംഗികമാൾക്ക് അടിമയായിരിക്കുന്നവർ, അവരുടെ ഭാവത്തെ കാണിക്കാൻ, കാരണം അത് ഒരു കൺസ്യൂമിങ് പാഷനാണ്, അത് നെഗറ്റീവാണ്. പക്ഷെ ഇവിടെ ഇടയൻ എന്ന പദത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് കൺസ്യൂമിങ് പാഷൻ എന്ന് പറയുന്നത് ഈ ആടുകളുടെ പുറത്ത് ജീവൻ കൊടുക്കുന്ന നിലയിലുള്ള സ്നേഹം. ഇപ്പം മനസ്സിലായോ? ജീവൻ കൊടുക്കുന്ന, മരിച്ചു കളയും. അത്ര മരിച്ചു കളയെന്ന് പറഞ്ഞാൽ എന്താ? ദഹിച്ചു പോവുക. അവർക്ക് വേണ്ടി അങ്ങ് തന്നെ ഊറ്റി കൊടുക്കുന്ന, തന്നെ അങ്ങ് മരിക്കാൻ വിട്ടുകൊടുക്കുക. അതാണ് പറഞ്ഞത്, കൂട്ടുകാർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതിൽ അധികം സ്നേഹം ആർക്കും ഇല്ല എന്ന് കർത്താവ് പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 15. അപ്പം സഹോദരന് വേണ്ടി മരിക്കുന്ന സ്നേഹമാണ്. അതാണ് റാ എന്ന് പറയുന്നത്. അതിനെയാണ് ഇടയൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നമ്മുടെ സഭയിലെ ഇടയൻ എന്നൊക്കെ പറയുമ്പോൾ ഈ വാക്കൊക്കെ വെച്ച് വേണം ഇനി ഇടയാന്നൊക്കെ പറയാൻ. നമ്മുടെ ഇടയന്മാരെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇടയുന്നവരാണ് ഇടയന്മാർ. വിശ്വാസികളോടുകൂടെ ഇടയ്ക്കിടയ്ക്ക് ഇടയുന്നവരുടെ പേരാണ് ഇടയൻ. വിശ്വാസികളോട് ഇടയുന്ന ആളിന്റെ പേരല്ല ഇടയൻ. വിശ്വാസികൾക്ക് വേണ്ടി ജീവനെ പോലും കൊടുക്കാനായിട്ട് യോഗ്യതയൊന്നും എനിക്കുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ കുറേ ദിവസം പറഞ്ഞിട്ട് ഡോൺ കോൾ മീ, ഇപ്പോൾ ഇടയാന്നൊന്നും വിളിക്കേണ്ട, കോൾ മീ കോച്ച്. നിങ്ങളെ ഞാൻ കോച്ച് ചെയ്യാം. അപ്പോൾ എന്നെ അതങ്ങനെ ചിലർ വിളിക്കാറുണ്ട്, കോച്ച് എന്നൊക്കെ ഇടയ്ക്ക് വിളിക്കും. കഴിഞ്ഞ ദിവസം ഹായ് കോച്ച് എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു. ഹായ് കോച്ച്, ഐ എം കോച്ചിങ് യു ടു ദ കിങ്ഡം ഓഫ് ഗോഡിലേക്ക്. ഇടയെന്നൊക്കെ പറയുമ്പോൾ അത്ര വലിയ സ്ട്രോങ് ആണ്. അതായത് ഈ നമ്മുടെ കോൺസെപ്റ്റ് ഇടയെന്ന് പറഞ്ഞാൽ ആടിൻ്റെ പാല് കറക്കുക എന്നുള്ളത് മാത്രമേ. ആടിൻ്റെ പാല് കറക്കുക എന്ന അർത്ഥമല്ല. ശരി, ഞാൻ ഇനി നിങ്ങളോട് പറയാൻ പോകുന്നത് അനുസരിക്കാം. സോ ഗോഡ്സ് പാഷൻ, ഇത് എങ്ങനെ ഇത് മനസ്സിലാക്കി വരാൻ വേണ്ടി ഞാൻ ശാന്തമായിട്ട് പോകുന്നത് കേട്ടോ. ഈ കൺസ്യൂമിങ് പാഷൻ എന്ന് പറയുമ്പോൾ തന്നെ കത്തിക്കുന്ന, ജ്വലിക്കുന്ന ആ സ്നേഹം, അതായത് ഒരാളുടെ പുറത്തോട്ട് ആ ആളിനെ അങ്ങ് ദഹിപ്പിച്ച് കളയുന്ന രീതിയിൽ. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഫോമിനെയാണ് ഈ കൺസ്യൂമിങ് പാഷൻ എന്ന് പറയുന്നത്. കൺസ്യൂമിങ് പാഷൻ അത് തന്നെയാണ് ദഹിപ്പിക്കുന്ന അഗ്നി എന്ന് എബ്രായ ലേഖനത്തിൽ എഴുതിയേക്കുന്നത്. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്നു എന്ന് പറയുമ്പോഴും കൺസ്യൂമിങ് ഫയറാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് 129 സങ്കീർത്തനത്തിൽ യഹോവയുടെ വചനം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, ലബനോനെ തോലുരിക്കുന്നു, പിന്നെന്തുവാ പാറകളെ പിളക്കുന്നു, അത് ഇതൊക്കെ പറഞ്ഞിട്ട് പറയുന്നു. അഗ്നിജ്വാലയെ, ഞാൻ ആ വാക്യം നോക്കട്ടെ എവിടെയാണ്, ആരെങ്കിലും ഒന്ന് എടുത്തെങ്കിൽ പെട്ടെന്ന് കിട്ടും. 29 എൻ്റെ തോന്നൽ. അത് തന്നെ. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു. അതായത് the voice of God splitted the flames. So God is love. മറ്റു ഭാഗത്ത് പറഞ്ഞ് God is consuming fire. ഒരു ഭാഗത്ത് അവൻ സ്നേഹവും മറ്റേ ഭാഗത്ത് അവൻ കടിച്ചു കീറുന്ന ആളെന്നല്ല അർത്ഥം. ഇത് രണ്ടും ദൈവത്തിൻ്റെ ഒരേ സ്വഭാവമാണ്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ചിന്തയിലാണ്. ഇതിനെ അപ്രോച്ച് ചെയ്യുന്നവർക്കാണ്, അല്ലെങ്കിൽ ഈ സ്നേഹത്തോട് പ്രതികരിക്കുന്നവർക്ക് തോന്നുന്ന ഒരു ഫീലിങ്ങിനാണ് ഇവിടെ പറഞ്ഞത്. അതായത് ഒരേ സ്വഭാവം രണ്ട് വ്യക്തികൾക്ക് രണ്ടായിട്ടാണ് ഫീൽ ചെയ്യുന്നത്.
ഒരേ സ്വഭാവം. അതായത് ദൈവത്തിൻ്റെ ഈ പാഷനേറ്റ് ലവ് തിരിച്ചു കൊടുത്തവർ, തിരിച്ച് ഐ ലവ് യു എന്ന് പറഞ്ഞവർക്ക് ആ സ്നേഹം നമ്മളെ റെസ്റ്റിങ്ങിലേക്ക് നടത്തുന്നതാണ്. അഗാപ്പെ, ആഗോ ആൻഡ് പാവോ, leading to rest. But at the same time, the persons, those who are not responding to the love of God, ദൈവത്തിൻ്റെ സ്നേഹത്തോട് പ്രതികരിക്കാത്ത ഒരാൾ, തിരിച്ച് ദൈവത്തെ സ്നേഹിക്കാതെ മനസ്സിൽ ശത്രുതയിൽ ജീവിക്കുന്ന ഒരാൾ, ആ വ്യക്തിക്ക് ആ സ്നേഹം is just like a consuming fire. അതായത് ഒരേ ജ്വാലയെ ദൈവത്തിൻ്റെ വചനത്താൽ എന്ത് ചെയ്ത ദൈവം സ്പ്ലിറ്റ് ചെയ്തിരിക്കുക. That's why we are preaching gospel of reconciliation. ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് നമ്മൾ എന്ത് ചെയ്യുക? പ്രസംഗിക്കാൻ കാരണം ഇതാണ്. ദൈവത്തോട് നിരന്നുകൊള്ളുവാനായിട്ട് നമ്മൾ പ്രസംഗിക്കുന്നു. അവിടുത്തെ വചനം, അവിടുത്തെ ശബ്ദം, അവിടുത്തെ വോയിസ് അഗ്നിജ്വാലയെ ചിഹ്നിക്കുന്നു, അതായത് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഒറ്റ ജ്വാല രണ്ടായിട്ട് സ്പ്ലിറ്റഡ് ആണ്. ഒരാൾക്ക് അത് സ്നേഹത്തിൻ്റെ ചൂടാണെങ്കിൽ, ദൈവത്തോട് ഹൃദയത്തിൽ വിരോധിയായിരിക്കുന്ന, മനസ്സുകൊണ്ട് ദൈവത്തിൻ്റെ ശത്രുവാണെന്ന് ചിന്തിക്കുന്നവർക്ക് ആ സ്നേഹം ഒരിക്കലും ഒരു കംഫർട്ടായിട്ട് തോന്നുന്നത്. ദേ കനോട്ട് ടേക്ക് റെസ്റ്റ് ഇൻ ദാറ്റ് അഗാപ്പേ. നിങ്ങൾക്ക് മനസ്സിലാവുന്നു പ്രിയരെ? അതായത് ഏത് സ്നേഹമാണോ മനുഷ്യനെ ആശ്വസിപ്പിക്കുകയും സമാധാനത്തിലേക്കും റെസ്റ്റിലേക്കും, അതുകൊണ്ടാണ് പറയുന്നത് ന്യായവിധി ദിവസത്തിൽ നമുക്ക് നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് സ്നേഹം നമ്മളിൽ കവിഞ്ഞിരിക്കുന്നു. സ്നേഹമാണ് നമ്മളെ റെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആ അഗാപ്പെ ലവിലാണ് നമ്മൾ റെസ്റ്റ് എടുക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യുക? ദൈവത്തോട് വൈരാഗ്യം, ദൈവത്തോട് പക, ദൈവത്തോട് ശത്രുത. കൊളോഷ്യൻസ് ചാപ്റ്റർ 1 നമ്മളിങ്ങനെയാണ് പറയുന്നത്, ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട് ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്നവർ. മനസ്സുകൊണ്ട്. അപ്പോൾ കർത്താവിനെ തിരിച്ച് അവൻ്റെ സ്നേഹത്തോട് റെസ്പോണ്ട് ചെയ്യാത്ത മനുഷ്യജാതിയുടെ പ്രത്യേകത എന്താ? അവർ എനിമിറ്റി ഇൻ ദ മൈൻഡ് എല്ലാവർക്കും ഉണ്ട്. ഓരോ തിന്മയും അവർ ചെയ്യുന്ന എന്തുകൊണ്ടെന്നറിയാം? അപ്പനോടുള്ള ദേഷ്യമാണ്, അപ്പനോടുള്ള വൈരാഗ്യം. ആ ഓരോ സിന്നിൻ്റെ പിറകിലും ഏറ്റവും പുറകിലുള്ള ഒരു വാണിംഗ് ഉണ്ട്. ദിസ് ഈസ് ദ ദൈവത്തോടല്ല എൻ്റെ പ്രതികാരമാണെന്ന്. എനിമിറ്റി വിതിൻ ദ ഹാർട്ട്. സോ ഇപ്പം ഒരാൾ പാപി, ഒരു ദൈവത്തെ അറിയാത്ത ഒരാൾ സ്വർഗത്തിലോട്ട് മരിച്ചു ചെല്ലുമ്പോൾ അയാൾക്ക് ആ ഒരു സ്നേഹത്തെ എൻജോയ് ചെയ്യാൻ പറ്റില്ല ആ സമയത്ത്. അതിന് ശേഷം എന്താ നടക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഹി കനോട്ട് എൻജോയ് ദ ലവ്. ആ സ്നേഹം അവൻ്റെ മുമ്പിൽ അവന് ഭയങ്കരമായിട്ട് കൺസ്യൂം ചെയ്യും. അവന് ഭയങ്കരമായിട്ടത് ഇറിറ്റേറ്റ് ആയിരിക്കും. ഐ ബിലീവ് സം ഹീലിംഗ് പ്രോസസ് വിൽ ബി ദെയർ. കാരണം ഈവൻ ദോ ഭൂമിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഗഹന്നായ ആണെങ്കിലും ലേക്ക് ഓഫ് ഫയർ ആണെങ്കിലും നിത്യനരകം, നമ്മൾ പറഞ്ഞില്ലയോ, ഐയോൻ കൊലാസിൻ എന്ന് പറഞ്ഞാൽ നിത്യദണ്ഡനത്തിലേക്ക് പോകും. നിത്യദണ്ഡനം എന്ന് പറയുന്ന ആ കൊലാസിനൊക്കെ തന്നെ ദൈവത്തിൻ്റെ റെസ്റ്റോറേഷൻ്റെയും അവരെ വീണ്ടും ശുദ്ധീകരിക്കുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ടീച്ചിങ്സാണ് മൊത്തം കിടക്കുന്നത്. ഈവൻ നമ്മൾ പറഞ്ഞ ലേക്ക് ഓഫ് ഫയർ ഈസ് ഗോയിങ് ടു ബിക്കം എ ഗാർഡൻ ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ്. അതായത് ന്യൂ കവനന്റ് റെവലേഷനകത്ത് പണ്ടത്തെ ലേക്ക് ഓഫ് ഫയർ ഇപ്പോൾ എന്തായി? ഗാർഡനായിട്ട് മാറിയിരിക്കുക. അപ്പോൾ ദൈവം ഭൂമിയിൽ തന്നെ ഒരു നാശത്തെ തന്നെ വീണ്ടും റെസ്റ്റോർ ചെയ്യുമ്പോൾ, ദാറ്റ് പേഴ്സൺ ഡൈഡ് വെൻ ഹി ഗോ ടു ഹെവൻ, ഹി കനോട്ട് സ്റ്റേ ഓൺ ദാറ്റ് ട്രൂ ലൈഫ്. ട്രൂ ലൈഫിൻ്റെ മുമ്പിലും ആ സ്നേഹത്തിൻ്റെ മുമ്പിലും പുള്ളിക്ക് അങ്ങോട്ട് നിൽക്കാൻ പറ്റില്ല. പുള്ളി നിശ്ചയമായിട്ട് ഇറിറ്റേറ്റഡ്. പുള്ളിക്ക് അതിനകത്ത് ഒരു റെസ്റ്റ് ഫീൽ ചെയ്യത്തില്ല. ഇതാണ് ഒരു പാപി, ഒരാൾ മരിക്കുമ്പോൾ ഹെവനിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. കാരണം അത് അവൻ്റെ ഹാർട്ടിലാണ്. ദൈവത്തിൻ്റെ പ്രശ്നമാണ്, ദൈവസ്നേഹം തന്നെ. ഉദാഹരണം പറയാം, ഇപ്പം എന്നോട് സ്നേഹമുള്ള ഒരാൾ, ആ സ്നേഹമുള്ള ഒരാളിനെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ ഓടി ചെന്ന് കെട്ടി അങ്ങ് പിടിച്ച് മുമ്പ് കൊടുക്കാന്നിരിക്കട്ടെ. അതേസമയം എന്നെ കണ്ടാൽ കണ്ണെടുത്ത കണ്ടുകൂടാത്ത ദേഷ്യമുള്ള പകയുള്ള ഒരാൾ, ഭയങ്കര ക്രൂരനായിട്ടൊരാൾ, എന്നെ കാണുമ്പോൾ തന്നെ കൊല്ലാനുള്ള വാശിയിലിരിക്കുന്ന ഒരാളുടെ അടുക്കൽ ആ ആളുടെ വാശിയൊന്നും മനസ്സിലാക്കാതെ, ശ്രദ്ധിക്കാതെ, ആ മനുഷ്യൻ്റെ സ്വഭാവത്തെ ഒന്നും നോക്കാതെ ഞാൻ ആ ഹൃദയം തുറന്ന് സ്നേഹിച്ച് ആ ആളുടെ അടുക്കലോട്ട് പോയി ഞാനൊന്ന് ഹഗ് ചെയ്താൽ വാട്ട് ഹിൽ ഫീൽ? ഞാൻ സത്യത്തിൽ സ്നേഹത്തോടെയാണ് ആ ആളിനെ ഹഗ് ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിന് എന്ത് ഫീൽ ചെയ്യുന്നറിയോ? അദ്ദേഹത്തിന് അത് ഒരിക്കലും സന്തോഷമായിട്ട് തോന്നത്തില്ല. അദ്ദേഹത്തിന് ആ സ്നേഹം
നിശ്ചയമായിട്ടും ഭയങ്കര തീയായിട്ടേ തോന്നത്തുള്ളൂ, വാശിയായിട്ട് തോന്നത്തുള്ളൂ, ഇറിറ്റേഷനായിട്ടേ തോന്നത്തുള്ളൂ. അദ്ദേഹം റെസ്റ്റ്ലെസ് ആവും. ഇതാണ് റിലേഷൻഷിപ്പിന്റെ പ്രത്യേകത. അപ്പം ഹെവനും ഹെല്ലും ഒരു മനുഷ്യൻ അനുഭവിക്കാൻ പോകുന്ന ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് റിലേഷൻഷിപ്പ്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് റിലേഷൻഷിപ്പാണ്. ഇത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കുകയും നിങ്ങൾ മറ്റുള്ളവരെ ഇത് പഠിപ്പിക്കുകയും ചെയ്യണം. ഇത് ബന്ധമാണ്. ഒരാൾ ഹെല്ല് ഫീൽ ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നെങ്കിൽ ദാറ്റ്സ് എ മാറ്റർ ഓഫ് റിലേഷൻഷിപ്പാണ്. ദൈവത്തിൻ്റെ സ്നേഹം നിത്യസ്നേഹമാണ്. ദൈവസ്നേഹത്തിന് മാറ്റമില്ലാത്തതാണ്. ആ മാറ്റമില്ലാത്ത സ്നേഹം മനുഷ്യരുടെ മുമ്പിലോട്ട് അവൻ കാണിക്കുമ്പോൾ തിരിച്ച് കാണിക്കുന്നവർക്കാണ് അതിനകത്ത് ജോയ് ഉണ്ടാകുന്നത്, റെസ്റ്റ് ഉണ്ടാകുന്നത്. അത് കാണിക്കാത്ത ആളുകൾക്ക് ദൈവസ്നേഹം എപ്പോഴും ഒരു ഇറിറ്റേറ്റിംഗ് റെസ്റ്റ്ലെസ് ആവും. അഗാപ്പെ നമ്മളെ വിശ്രമത്തിലേക്ക് നയിക്കുന്നെങ്കിൽ അതേ അഗാപ്പെ തിരികെ ആ സ്നേഹത്തെ കംപ്ലീറ്റ് ചെയ്യാത്തവർക്ക് റെസ്റ്റ്ലെസ് ആക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ്. ഞാൻ ഈ 10 ക്ലാസ് മുമ്പ് എടുത്തിട്ടും അതിനേക്കാൾ എല്ലാത്തിനേക്കാൾ ഏറ്റവും പ്രാധാന്യമുള്ള പഠനങ്ങളാണ് നമ്മൾ ഇന്ന് ഈ സന്ധ്യയിൽ ഞാൻ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട ചെവി ഭാഗ്യമുള്ളതെന്ന് ഞാൻ പറയാം. ഹല്ലേലൂയ. സോ ഗോഡ്സ് ലവ്, ദൈവത്തിൻ്റെ സ്നേഹം, മാറാത്ത സ്നേഹം. ആ സ്നേഹം ദൈവം നമ്മളോട്, അത് കൺസ്യൂമിങ് ഫയർ. അത് ഈ ബൈബിളിൽ വേറൊരു വാക്കൂടെ പറയാം. ഈ ദൈവകോപം എന്നൊരു വാക്ക് ബൈബിളുണ്ട്. ദൈവകോപം. ഈ ദൈവകോപം എന്ന വാക്കിൻ്റെ നമ്മൾ പഠിക്കുമ്പോൾ ഗ്രീക്കിൽ അത് കൊടുക്കുമ്പോൾ എഴുതാണെങ്കിൽ ദൈവകോപം, ദ റാത്ത് ഓഫ് ഗോഡ്. ഈ റാത്ത്, ഞാൻ ചോദിച്ചോട്ടെ, സ്നേഹത്തിൽ നിന്ന് എങ്ങനെ റാത്ത് പുറത്തു വരും? സ്നേഹത്തിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഒരു സ്നേഹത്തിൽ നിന്ന് കോപം, ഒരേ ഉറവയിൽ നിന്ന് കയ്പും മധുരവും പുറത്തു വരുമോ? ഒരേ ഉറവയിൽ നിന്ന് കയ്പും മധുരവും പുറത്തു വരത്തില്ല. അപ്പോൾ ഒരേ കർത്താവ് ഫുൾ സ്നേഹമാണ്. ആ സ്നേഹത്തിൽ നിന്ന് എങ്ങനെ കോപം പുറത്തു വരും? റാത്ത് പുറത്തു വരുമോ? റാത്ത് പുറത്തു വരത്തില്ല. റാത്ത് വെളി വന്നാൽ, കോപം വെളി വന്നാൽ ആ കോപം നിശ്ചയമായിട്ടും ഇറ്റ്സ് എ മാറ്റർ ഓഫ് എക്സ്റ്റൻഷൻ ഓഫ് ലവ് ആയിരിക്കും. ഉദാഹരണം പറയാം. നിങ്ങൾ ഇനി ഓൾഡ് ടെസ്റ്റമെന്റിനകത്ത് ഒരു പ്രധാന വിഷയമുണ്ട്. What if we feel God is distant and not respond? God is distant എന്ന് നമ്മൾ ഫീൽ ചെയ്താൽ, ദൈവം റെസ്പോണ്ട് ചെയ്തെന്ന് തോന്നിയാൽ എന്തായിരിക്കണം? നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നു? ദൈവം നമ്മൾക്ക് ദൂരസ്ഥനല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. Thou we love God and we know He loves us. നല്ലൊരു ചോദ്യമാണ്. ഞാനിതിന് അവസാനം ആൻസർ തരാം കേട്ടോ. ഓക്കെ. സോ ദ റാത്ത് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്, അതിൻ്റെ ഗ്രീക്ക് പദം ഓർഗേ എന്നാണ്. ഓർഗേ, ഓർഗാവോ, ഓർഗി എന്നൊക്കെയുള്ള വാക്കാം. ഈ ഓർഗേ എന്ന പദം, റാത്ത്, അതിനെ പറയേണ്ടത് that is a distinguished extensive emotion. അതിനെങ്ങനെ പറഞ്ഞു തരണം? അതായത് വൈകാരികതയുടെ മൂർധന്യാവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു മൂർധന്യാവസ്ഥയാണ് റാത്ത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവസ്നേഹമോ, അല്ലാതെ ദൈവത്തിന് ഇപ്പം ദൈവസ്നേഹം ഇതിൻ്റെ സ്വിച്ച് മാറ്റിയിട്ട് പിന്നെ കോപം തുടങ്ങി, അങ്ങനല്ല. ഈ സ്നേഹമായി, ഈ ലവിൻ്റെ, ഞാൻ വിചാരിക്കുന്നത് ലവ് പെയിൻഫുൾ ആവും. ആ വേദനയാണ്. ആ വേദനയുടെ നടുവിൽ വിത്ത് ഫുൾ പെയിനിൽ ഇറ്റ് ഈസ് എ ക്ലൈമാക്സ്. ഓർഗാവോ എന്ന വാക്കിൽ നീ ഓർഗാസം എന്നൊക്കെ ഉള്ള പദമാണ്. ഓർഗാസം എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു വൈകാരികതയുടെ മൂർധന്യാവസ്ഥ എന്നാണ്. അപ്പൊ ഗോഡ്സ് ലവ് എന്ന ആ ഇമോഷൻസിന്റെ മൂർധന്യാവസ്ഥയാണ് ഗോഡ്സ് റാത്ത്. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലായി. ഓൾഡ് ടെസ്റ്റമെന്റ് നമ്മൾ പഠിക്കണം. ദൈവം എന്തുകൊണ്ടാണ് ഓരോരുത്തരെ, ഇപ്പം ജനങ്ങളെല്ലാം കൂടെ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം അവര് വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പോയി. വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ട് ഇന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവരെ അങ്ങ് കൈവിട്ടു. എന്തുകൊണ്ടാണ് ദൈവം അവരെ കൈവിട്ടെ? ദേഷ്യം കൊണ്ടാണോ? അല്ല. ദൈവത്തിന് ദേഷ്യം കയറിയതല്ല, മറിച്ച് എന്താ?
ദൈവത്തിൻ്റെ ഹാർട്ടിലെ വേദനയാണ്, ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ വേദനയാണ്. സ്നേഹത്തിൽ ഇങ്ങനെ കരുതി കയ്യിൽ വെച്ചുകൊണ്ട് വരിക ഇവരെ. ഈ കരുതി വെച്ചുകൊണ്ടിരുന്ന ഇവര് മറ്റ് പാപങ്ങളിലും വിഗ്രഹാരാധനയിലും മറ്റ് അശേര പ്രതിഷ്ഠയുടെയും മറ്റ് ബാലിനെയും ഒക്കെ ആരാധിക്കാനായിട്ട് പോകുമ്പോൾ ദൈവം എന്ത് ചെയ്യും? കൈ വിടുക എന്ന് പറഞ്ഞ ഉടനെ അത് ദേഷ്യത്തിലല്ല, മറിച്ച് എന്തുവാ? ദൈവസ്നേഹത്തിൻ്റെ റിജക്ഷനാണ്. നിന്നെ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ അവർ ബാലിൻ്റെ അടുക്ക പോയെ. ഒരു സ്നേഹത്തെ റിജക്റ്റ് ചെയ്യുമ്പോൾ ദൈവം അവരുടെ ഈ പ്രൊട്ടക്ഷൻ അങ്ങ് മാറ്റും. ഇതാണ് അതിൻ്റെ ട്രൂത്ത്. പ്രൊട്ടക്ഷൻ അങ്ങ് ദൈവം ഇങ്ങനെ കൈ കൊണ്ട് നടക്കുക, കൈ അങ്ങ് മാറ്റും. ശരി, നിനക്ക് എന്നെ വേണ്ടെങ്കിൽ ശരി എന്ന് പറഞ്ഞിട്ട് കൈ മാറ്റുമ്പോൾ എന്ത് ചെയ്യും? ശത്രുക്കൾ വന്ന് ഇവരെ അറ്റാക്ക് ചെയ്യും. ഇവർ വീണ്ടും എവിടെ പോകും? പ്രവാസികളായിട്ട് പോകും, അടിമകളായിട്ട് പോകും. അവർ വന്ന് ഞെരുക്കും. അന്നേരം അവിടെ കിടന്ന് നിലവിളിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? തൻ്റെ പ്രവാചകന്മാർ ആരെങ്കിലും ഒരാളെ അയച്ച് ഇവരെ വീണ്ടും രക്ഷിക്കും. എന്നിട്ട് രക്ഷിച്ച് അവർ അനുദപിച്ച് വരുമ്പോൾ ദൈവം അവരെ വീണ്ടും എന്ത് ചെയ്യും? പ്രൊട്ടക്റ്റ് ചെയ്യും. ഇത് തന്നെയാണ് നമ്മൾ റോമാലയത്തിൽ വായിക്കുന്നത്. ദൈവം അവരെ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹിച്ചു, കരുതി, ഭയങ്കരമായിട്ട് നോക്കി. എന്നിട്ടും ഇവരെന്ത് ചെയ്യുക? എന്നെ വിട്, ഞാൻ ഇപ്പോൾ പോയി ചെയ്യട്ടെ, വിട് എന്നുള്ള നിലയിൽ ഇങ്ങനെ ദൈവസ്നേഹത്തെ അങ്ങ് റിജക്റ്റ് ചെയ്യുക. അപ്പോൾ റിജക്ഷൻ ഓഫ് ലവ് എന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുള്ളാണ്. അപ്പോൾ ഓരോ കോപം, ഓരോ പ്രതിസന്ധിയും മനുഷ്യർ അനുഭവിക്കുമ്പോൾ ദൈവസ്നേഹത്തോടുള്ള റിജക്ഷൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. അത് ദൈവം വന്നിട്ട് അവരെ തല്ലുന്നതോ ദൈവം കൊല്ലുന്നതോ. ദൈവം ആരെയും കൊല്ലത്തില്ല, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ദൈവം ഒരു മനുഷ്യനെയും കൊല്ലത്തില്ല. ദൈവം അങ്ങനെയുള്ള ആളല്ല. ദൈവത്തിന് ജീവനേ ഉള്ളൂ. ദൈവത്തിൻ്റെ അടുക്കൽ ഇരുന്നുകൊണ്ട് ഒരു ശാപം, ദൈവത്തിൻ്റെ അടുക്കൽ ഒരാൾക്ക് മരിക്കാൻ പറ്റില്ല. ദൈവം നിൽക്കുന്ന അല്ലെങ്കിൽ കർത്താവുള്ള സ്ഥലത്തിൽ മരണം നടക്കുന്നത്. അതുകൊണ്ടാണ് കുരിശിലെ കള്ളം പോലും യേശുക്രിസ്തു മരിച്ച ശേഷമാണ് മരിച്ചത്. അയാൾക്ക് മരിക്കാൻ പറ്റൂല. കുരിശിലെ കള്ളം പിന്നെ മരിച്ചത്. എന്തുകൊണ്ടാണ് മരിച്ചത്? ജീവൻ ഇരിക്കുന്നിടത്ത് മരണം വരത്തില്ല. അതുകൊണ്ടാണ് മരണം ഉള്ളിടത്തെല്ലാം ജീവൻ ഉണ്ടായത്. ലാസറിന്റെ കല്ലറയിൽ പോയി ലാസർ ഉയർത്തെഴുന്നേറ്റു. യായിറോസിന്റെ വീട്ടിൽ ചെന്നു, യായിറോസ് ഉയർത്തെഴുന്നേറ്റു. നയിന്റെ വിധവയുടെ മകന്റെ മുമ്പിലോട്ട് വന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു. മരണവും ജീവനും എവിടെയെല്ലാം കൂട്ടിമുട്ടുമോ അവിടെ മരണം തോറ്റുപോകും. ഈ മരണം തോറ്റു പോകുമ്പോൾ ഈ ജീവൻ കൊണ്ട് എങ്ങനെ മരണം സംഭവിക്കും? നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. എങ്ങനെ ജീവൻ എങ്ങനെ മരണം എടുക്കാൻ പറ്റും? ഗോഡ് വിൽ നെവർ കിൽ എനിബഡി. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, മനുഷ്യപുത്രൻ ഭൂമിയിൽ മനുഷ്യന്റെ പ്രാണങ്ങളെ എടുക്കാനല്ല, അവർക്ക് ജീവൻ കൊടുക്കാൻ അത്രേ വന്നിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് എ ലവ് ഓഫ് ഗോഡ്. ഒരേ ഫയറാണ്, സെയിം ഫയറിൽ രണ്ട് ഫീലിംഗ് ആണുള്ളത്. ഒന്ന്, കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത്, എനിക്ക് തോന്നുന്നു കർത്താവിനെ ഇത്രയും നാളും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ഹെവനിൽ ചെല്ലുമ്പോൾ നിശ്ചയമായിട്ട് ഒറ്റ ഓട്ടത്തിന് ചാടി അവൻ്റെ തോളെ കയറും. യേശുവിനെ സ്നേഹിച്ച് അവനെ ചുംബിച്ച് അവനെ ജീസസ് അവനെ എന്തുമായിരിക്കും നമുക്ക് സംഭവിക്കാമെന്ന് എനിക്കറിയത്തില്ല. കാരണം കുറേ നാളായിട്ട് കാത്തിരിക്കുക. നമ്മൾ കാണാത്ത ഒരാളെയാണ് സ്നേഹിക്കുന്നത്, അല്ലേ? കാണാത്ത ഒരാൾ എത്ര വർഷമായിട്ട് സ്നേഹിക്കുന്നു? നിന്നയും പരിഹാസവും കഷ്ടതയും പട്ടിണിയും ആയിരം പ്രശ്നങ്ങളാണ്. ഒന്നുമില്ല, പണമില്ല, എന്നിട്ടും കർത്താവേ യേശുവേ യേശുവേ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ പുറകെ നടക്കുന്ന ഒരാൾക്ക് നേരിട്ട് കർത്താവിനെ കാണാൻ അവസരം കിട്ടിയാൽ നമ്മൾ ബേസ്റ്റ് ഔട്ട് ആവും. അതേസമയം ആ സ്നേഹം അവിടെ തന്നെ ഉണ്ട്. ആ സ്നേഹം ഇത്രയും സ്നേഹിച്ച ഒരാൾ ഈ ഭൂമി വെച്ച് ആ ആളിനെ ചീത്തയും വിളിച്ച്, കർത്താവിനെ ചീത്തയും വിളിച്ച്, കർത്താവിൻ്റെ രാജ്യത്തിനെതിരെ നിന്ന് ദൈവത്തിന് വിരുദ്ധിയായി നിന്ന ഒരാൾ അതേ സ്നേഹത്തിന് മുമ്പിൽ എത്തിയാൽ എന്തായിരിക്കും അയാൾക്ക് ഫീൽ ചെയ്യുന്നത്? ദാറ്റ് ഈസ് എ കണ്ടീഷൻ. സോ ഒരു പാപി ആ ആള് റിലേഷൻഷിപ്പിലേക്ക് വരുന്നത് വരെ he cannot enjoy the love of God. So salvation is the response to the love of God. ദൈവസ്നേഹത്തോടുള്ള എൻ്റെ റെസ്പോൺസ് ആണ് എൻ്റെ സാൽവേഷൻ. ഞാൻ തിരിച്ചവനെ സ്നേഹിച്ചപ്പോൾ ഞങ്ങളുടെ ബന്ധം ഒന്നായി. അതുവരെ എൻ്റെ ബന്ധം വൺ വേ ആയിരുന്നു. തിരിച്ച് ഞാൻ കൊടുത്തപ്പോൾ ആ ലവ് കംപ്ലീറ്റ് ആയി. ദാറ്റ് ഈസ് റഹാം. ആമേൻ. ദാറ്റ് ഈസ് ലവ്. ഇനി നമ്മൾ അറിയേണ്ട അടുത്ത കാര്യം, ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം വന്നത് ഇങ്ങനെയാണ്: നരകമില്ലെങ്കിൽ പിന്നെ അങ്ങ് പാപം ചെയ്യാലോ? അത്
നിശ്ചയമായിട്ടും നല്ലൊരു ചോദ്യമാണ്. അത് വരും. കാരണം നരകം എന്നൊന്നില്ലെങ്കിൽ, നിത്യനരകം ഒന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയും ജീവിച്ചുകൂടെ എന്ന് പറയുന്നവരിൽ എനിക്ക് വന്ന കമൻറ്റുകളിലും ഒരു കൂടുതൽ ആളുകളും സുവിശേഷ വേലക്കാരാണ്. അതാണ് അതിൻ്റെ തമാശ. അപ്പം ഇവർ എത്ര വിമ്മിഷ്ടപ്പെട്ടാണ്, എന്ത് കഷ്ടപ്പെട്ടാണ് പാപം ചെയ്യാതിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. എന്ത് സങ്കടമാണെന്ന് നോക്കി. എന്ന് പറഞ്ഞാൽ നരകം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ മര്യാദയ്ക്ക് കിടക്കുക. അപ്പം ഞങ്ങളുടെ മൊറാലിറ്റിയുടെ ഇതുവരെയുള്ള നിലനിൽപ്പെന്ന് പറയുന്നത് നരകമുള്ള. അപ്പം നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പാപം ചെയ്യാത്തതെന്ന് പറയുന്നവൻ്റെ അത്രയും നികൃഷ്ടൻ, ആ മെന്റാലിറ്റി ഉള്ളവൻ്റെ അത്രയും നീചൻ ഈ പ്രപഞ്ചത്തിൽ വേറെയില്ല. അവൻ ദൈവത്തിൻ്റെ കണ്ണിൽ എന്താ അറപ്പായിരിക്കും നോക്കി. എന്ന് പറഞ്ഞാൽ നീ വലിയ ഉള്ളിയാണ്ടൊന്നും അല്ല തമ്പുരാനെ, ഞാൻ നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വ്യഭിചാരം ചെയ്യാതിരുന്നതും മോഷ്ടിക്കാതിരുന്നതും കള്ളസാക്ഷ്യം പറയാതിരുന്നതും ഞാൻ മര്യാദയ്ക്കൊക്കെ സ്നാനപ്പെട്ടതൊക്കെ നരകത്തിൽ പോകാതിരിക്കാനാന്ന് പറയുന്നവൻ അവൻ they are not Christians, they are not children of God. എന്ത് പരിതാപം മലയാളികളുടെ ഗതി, എന്ത് പരിതാപാവസ്ഥയെന്ന് നോക്കി. അത് ദൈവദാസന്മാരാണ് ചോദിക്കുന്നത്. എങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയും ജീവിച്ചു. ഞാൻ അവർക്ക് മറുപടി കൊടുത്തു, നിങ്ങൾ നന്നായിട്ട് ജീവിക്കുക, നന്നായിട്ട് ജീവിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യും, ജീവിക്കാൻ പറഞ്ഞു. കാരണം എന്താ പറയുമ്പോൾ ഇവർ ദൈവത്തിൻ്റെ ശത്രുക്കളാണ്. ദൈവത്തിൻ്റെ ശത്രുക്കളാണ് ദൈവത്തിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാനും നിങ്ങളും ഞാൻ പാപം ചെയ്യാതിരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യം പറയാം. When I am doing sin that will hurt my God, I am fearing God. I am fearing God. What's the meaning of fearing God? ഇത് വളരെ എന്നെ പഠിപ്പിച്ചൊരു പാഠം പറയാം. ദൈവത്തെ ഭയക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഞാൻ പറയട്ടെ പ്രിയരെ, the most vulnerable person in the universe, that is God. നിങ്ങളെക്കാളും എന്നെക്കാളും വേഗത്തിൽ മുറിവേൽക്കുന്ന ആളാണ് നമ്മുടെ ദൈവം. നമ്മളൊക്കെ കഠിന ഹൃദയന്മാരാ. നമ്മുടെ ദൈവം ഏറ്റവും വേഗത്തിൽ മുറിവേൽക്കപ്പെടുന്ന ആളാണ്. ദ മോസ്റ്റ് വൾണറബിൾ പേഴ്സൺ. ഏറ്റവും കൂടുതൽ നമ്മളെ മുറിവേൽപ്പിക്കുന്നത്, നമ്മൾ മുറിവേൽപ്പിക്കുക ദൈവത്തെ. അപ്പം when I am doing sin, ദൈവം എന്നെ മുറിവേൽപ്പിക്കും എന്ന ചിന്തയല്ല നമുക്ക് വേണ്ടത്. മോസ്റ്റ് ഓഫ് ദ ക്രിസ്ത്യൻസ്, ഒരുപാട് ക്രിസ്ത്യൻസിന്റെ മനസ്സിലെ ചിന്ത എന്നറിയുമോ? ഞാൻ തെറ്റിയത് ദൈവം എന്നെ അടിക്കും. അല്ല, നീ തെറ്റ് ചെയ്യുമ്പോൾ നീ ദൈവത്തെയാണ് വേദനിപ്പിക്കുന്നത്. നിന്നെ സ്നേഹിക്കുന്ന ഒരാളെ നിനക്ക് എങ്ങനെ വേദനിപ്പിക്കാൻ പറ്റും? അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇനി ഇഷ്ടത്തിന് ചെയ്തോട്ടെ എന്ന് പറയുന്ന ആൾക്ക് ഇന്ന് വരെ ദൈവത്തെ സ്നേഹിക്കുന്നവരല്ല. അവർക്ക് ശുശ്രൂഷയൊക്കെ ചെയ്യുന്നവരാ, പക്ഷെ they are not loving God. ഇപ്പം അതുപോലെ തന്നെ we are loving our wife. നമ്മുടെ ഭാര്യയെ നമ്മൾ സ്നേഹിക്കുന്നു. സത്യത്തിൽ there is a fear in that love. I found this one. ഇത് ഞാൻ ദൈവസ്നേഹത്തിൻ്റെ ഈ ഫിയർ ഓഫ് ഗോഡ് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സത്യമാണ്. Why I am fearing? സത്യത്തിൽ if you truly love your wife, you will fear your wife. ഞാൻ പറഞ്ഞ ഫിയർ എന്ന് പറഞ്ഞാൽ തിരിതിരിക്കരുത്. എന്താണെന്നറിയാമോ? നിന്റെ പ്രവൃത്തി കൊണ്ട്, നിന്റെ വാക്കുകൾ കൊണ്ട്, നിന്റെ ഇടപെടൽ കൊണ്ട് നിന്റെ ഭാര്യയെ വേദനിക്കാൻ പാടില്ല എന്ന ഒരു ഫിയർ ഉണ്ടാവും ഒരു ട്രൂ ലവിനകത്ത്. യഥാർത്ഥ ട്രൂ ലവിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ട്രൂ ലവിനകത്ത് റോങ് ഫിയർ ഔട്ട് ആവും, ഹോളി ഫിയർ ഇൻസൈഡിൽ വരും. ആ ഹോളി ഫിയർ, ഐ ഡോണ്ട് വാണ്ട് ടു ഹർട്ട് ദാറ്റ് പേഴ്സൺ. എൻ്റെ പ്രവൃത്തി കൊണ്ട്, എൻ്റെ സംസാരം കൊണ്ട് ഞാൻ സ്നേഹിക്കുന്ന ഒരാളിന് വേദന വരരുത്, ഇതൊരു ഫിയറാണ്. സോ ഒരു ട്രൂ ഹസ്ബൻഡ്, those who love his wife truly, he will fear his wife because there is a
ഹോളി ഫിയർ ഇൻ ദ ലവ്. അത് വേണം, എല്ലാവർക്കും വേണം, പുരുഷന്മാർക്ക് വേണം. ആ ഒരു ഫിയർ വേണം. നിന്റെ അതിനകത്ത് BP എന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയും, ഭാര്യയെ പേടിയെന്ന്. ആ ഫിയർ വേണം. എന്തിനാണെന്നറിയുമോ? ഐ ഡോണ്ട് വാണ്ട് ടു ഹർട്ട് ദാറ്റ് പേഴ്സൺ. എൻ്റെ പ്രവൃത്തി കൊണ്ട് ഒരിക്കലും ആ ആളിന് വേദന വരരുതെന്നൊരു ഭയം അകത്ത് വേണം. എൻ്റെ പാപനിമിത്തം എൻ്റെ ദൈവത്തിന് വേദന വരരുതെന്നൊരു ഭയം എൻ്റെ അകത്തും വേണം. ആ ഒരു ഫിയർ അകത്ത് വന്നാലേ റിലേഷൻഷിപ്പ് വളരെ പവർഫുൾ ആവത്തുള്ളൂ. റിലേഷൻഷിപ്പിൻ്റെ ബേസാണത്. അപ്പം നമ്മൾ നരകത്തിൽ പോകാതിരിക്കാൻ, നമ്മുടെ ആരാണ് നേരത്തെ എഴുതിയ പോലെ പോലീസിനെ പേടിച്ചിട്ട് പാവം ചെയ്യാതിരിക്കുക, ഇതൊക്കെ റോങ് ആറ്റിറ്റ്യൂഡാണ്. ഇതെല്ലാം ഓൾഡ് കവനൻറ്റിൻ്റെ സിസ്റ്റമാണ്. ന്യൂ കവനൻറ്റിൽ സ്നേഹത്തിൻ്റെ ദൈവത്തോടു കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. സോ നരകമെന്നൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു യഥാർത്ഥ ദൈവ പൈതൽ അവൻ ദൈവത്തോട് ഇഷ്ടമുള്ളതേ ചെയ്യത്തുള്ളൂ. കാരണം അവൻ്റെ വിശുദ്ധിയുടെ ആധാരം സ്വർഗത്തിലെ മോഹവും നരകഭീതിയല്ല. ഈ ക്രിസ്ത്യാനികളെ രക്ഷിക്കേണ്ടത് ഈ സ്വർഗത്തിൽ നിന്ന് നരകത്തിൽ നിന്ന്. സത്യം, ക്രിസ്ത്യാനി 2 സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടണം. ഒന്നവൻ സ്വർഗത്തിൽ നിന്ന് രക്ഷപ്പെടണം, രണ്ടവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. കാരണം അവനെ കൊണ്ട് എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്യിക്കുന്നത് സ്വർഗമോഹമാണ്. സ്വർഗമോഹം കൊണ്ട് അവൻ ചെയ്യുമ്പോൾ അവൻ വാസ്തവത്തിൽ അവൻ എന്തു പറയുന്നേ, അവൻ ആക്ട് ചെയ്യുക. ഇറ്റ്സ് നോട്ട് എന്ന് ഇതിനൊരു വാക്ക് എങ്ങനെ പറയും, അവന് ഒറിജിനൽ അല്ല, അവൻ ജെന്യൂനായിട്ട് ചെയ്യുകയല്ല, അവനത് വാക്ക് വരുന്നില്ല. ആ വ്യക്തി അത് ചെയ്യുന്നുണ്ട്, ആ ഒരു നല്ല പ്രവൃത്തിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ, അത് ഒറിജിനലിൽ നിന്ന് വന്നതല്ല, അത് ലൈഫിൽ നിന്ന് വരുന്നതല്ല, അത് ഡെഡ് വർക്കാണ്. ഡെഡ് വർക്ക്, ചത്ത പ്രവൃത്തിയാണ്. പക്ഷെ എന്തിനാ അവൻ പ്രവർത്തിക്കാൻ സ്വർഗത്തിൽ പോയി? ഞാൻ നിനക്ക് സ്വോത്രാഴ്ച എല്ലാം തരുന്നുണ്ടോ, നിനക്ക് ഞാൻ 10 രൂപ അയച്ചു തരുന്ന എന്തിനാ അറിയോ? എനിക്ക് സ്വർഗത്തിൽ പോകാൻ. ഹിപ്പോക്രസി, കപടഭക്തി, ഒരു കപടഭക്തിയാണ്. കപടഭക്തിയാണ്. സ്വർഗത്തിൽ പോകാൻ വേണ്ടി വിശുദ്ധ ജീവിതം നയിക്കുക. ഇറ്റ്സ് നോട്ട് ഫ്രം ദർ ഹാർട്ട്, ഇറ്റ്സ് നോട്ട് ഫ്രം ദർ ഉള്ളിൽ നിന്ന് വരികയല്ല, ചുമ്മാതെ ആ മോഹം കൊണ്ട് ചെയ്യുക. അവർ സത്യത്തിൽ ഒറിജിനൽ കപടഭക്തിക്കാരാണ്. കപടഭക്തിയാണത്. കർത്താവ് ലോകത്തിൽ ഏറ്റവും വെറുത്തതെന്ന് പറയുമ്പോൾ കപടഭക്തരെയാണ്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് നമ്മുടെ പെന്തക്കോസ്തലെ സഹോദരന്മാർ, നമ്മുടെ ക്രിസ്തീയ ലോകത്തെ ആളുകൾ, സ്വർഗം എന്ന മോഹത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം. നിങ്ങളെ ഇനി രക്ഷിക്കേണ്ടത് സ്വർഗത്തിൽ നിന്നാണ്. ഇത് ഒറ്റ കാര്യം കൊണ്ടാണ് നിങ്ങൾ മര്യാദക്കാരായിട്ട് നടക്കുന്നത് സ്വർഗത്തിൽ പോകാനില്ലേ? എന്താടാ സിനിമ കാണാത്തെ സ്വർഗത്തിൽ പോകാൻ? എന്താ നീ പാപം ചെയ്യാത്തെ സ്വർഗത്തിൽ പോകാൻ? യു ആർ നോട്ട് എ ട്രൂ ക്രിസ്ത്യൻ. നീ വെറും ഒരു ഹിപ്പോക്രസിയാണ്. നിന്റെ ലൈഫ് ഹിപ്പോക്രൈറ്റാണ്. നീ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ഹിപ്പോക്രസിയിലാണ് ജീവിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ആദ്യം രക്ഷപ്പെടും. നീ സ്വർഗമോഹത്തിൽ നിന്ന് രക്ഷപ്പെടും. ക്രിസ്തീയ ലോകം എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ആളുകളെ കബളിപ്പിച്ച് ജീവിക്കുന്ന? എന്തിനാ? സ്വർഗമോഹം ഒരു വലിയ ആപത്താണ്. അതുപോലെ തന്നെയാണ് നരകഭീതി. ഇവിടെ ക്രൈസ്റ്റ് എന്തിയെ? ഇവിടെ യേശു എന്തിയെ? നിനക്ക് വേണ്ടി ജീവൻ തന്ന ആളെന്തിയെ? നിന്നെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഇമ്മാനുവേൽ എന്തിയെ? ദൈവമൊന്നും അവിടെ പ്രശ്നമില്ല. സ്വർഗത്തിൽ പോകണം, നരകത്തിൽ പോകാതിരിക്കണം. ഈ ചിന്തയിലല്ലേ 90% ക്രിസ്ത്യാനികൾ ജീവിക്കുന്നത്. സ്നാനപ്പെട്ട എന്തിനാണെന്ന് ചോദിച്ചാൽ പറയാം സ്വർഗത്തിൽ പോകാൻ. ഇവരൊക്കെ അധികപ്പറ്റ, ഇവരൊക്കെ ഉപയോഗമില്ലാത്തവരാ. ഇവരെല്ലാവരും ഈ ഭൂമിയിൽ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ഇവര് ക്രൈസ്തവ ലോകത്തിന് ആപത്താണ്. ഇത് വെറും മതമല്ലേ? വെറും മതമായിട്ട് അതമ്പതിക്കല്ലേ? I want to go to heaven. That's what I'm doing. അപ്പം നമ്മളിപ്പോൾ ഓഫറിങ് കൊടുക്കുകയാണ് കർത്താവിന്. അപ്പം സുവിശേഷം നമ്മൾ പ്രസംഗിക്കുന്നു, ദൈവവചനം പ്രസംഗിക്കുന്ന ആൾക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ വചനം കൊണ്ട് അനുഗ്രഹിക്കുന്നവർക്ക് നമ്മളെ ഹോണർ, ഞാനിപ്പോഴും പറയും ഓഫറിങ് കൊടുക്കരുത്. ഓഫറിങ് പാസ്റ്ററിന് കൊടുക്കരുത്. ആ പാസ്റ്റർമാർ ഓഫറിങ് വാങ്ങിക്കാൻ പറ്റത്തില്ല. കാരണം പാസ്റ്റർമാരാണ് ഈ സ്തോത്രാഴ്ച വാങ്ങിക്കേണ്ടത്. പാസ്റ്റേഴ്സിന് നമ്മളൊരു കാര്യം, ഇപ്പം സംബഡി ഈസ് ഗിവിങ് മണി, ദാറ്റ് ഈസ് എ ഹോണറിങ് മീ. അത് അവരെന്നോട് കാണിക്കുന്ന ബഹുമാനമാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിക്കായിരുന്നു, നമ്മുടെ ഓഫറിങ്ങിൻ്റെ കവറിനകത്ത് ഹോണർ യുവർ ഗോഡ് എന്ന് എഴുതണം. ഓഫറിങ് യുവർ, ദൈവത്തിന് ആരുടെ ഓഫറിങ് ഒന്നും വേണ്ട, ഹോണറിങ് ആണ്.
ഇപ്പം നമ്മളൊരു ശ്രേഷ്ഠനായ ഒരാളെ കാണാൻ പോകുമ്പം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അദ്ദേഹത്തിൻ്റെ നമ്മൾ പഴയ നിയമം മൊത്തം വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ പ്രവാചകൻ എടുക്കാൻ പോകുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? അടയും ആടും മാടും വലിയ എണ്ണയൊക്കെ ഇട്ടേ പോകത്തുള്ളൂ. ഒരു ഹോണർ ചെയ്യാൻ പോകുന്നു. ഇപ്പം ഹോണർ ഇപ്പം ഞാനിപ്പം ഒരാൾക്ക് കൊടുക്കുക, അത് ഞാൻ എന്താണ്ട് നിനക്ക് തരുക, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യും? 100 മടങ്ങ് കിട്ടും എന്ന് വെച്ചോണ്ട് നീ എനിക്ക് എന്തൊരു നാണക്കേടാണ്. ചിന്തിച്ചിട്ടുണ്ടോ മനസ്സിൽ? ഇപ്പം ഞാനിപ്പോൾ ഒരാൾക്കൊരു 1000 രൂപ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ 10,000 രൂപ അയച്ചു കൊടുക്കുക. 10,000 രൂപ അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ അദ്ദേഹത്തോട് എൻ്റെ മനസ്സിൽ എന്താ? സ്തോത്രം, ദൈവം എനിക്ക് എൻ്റെ 100 മടങ്ങ് തിരിച്ചു തരും. അപ്പം 1, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, 10 ലക്ഷം രൂപ എനിക്ക് തിരിച്ചു കിട്ടും എന്ന ചിന്തയിൽ കൊടുത്താൽ അതൊരു ഹോണറിങ് അല്ല, അതൊരു ബിസിനസ്സാണ്. സോ ഡു നോട്ട് ബിസിനസ് വിത്ത് ഗോഡ്. നിന്റെ അപ്പൻ്റെ സമ്പത്തോട് നീ എന്തിനാ ബിസിനസ് ചെയ്യുന്നത്? നമ്മുടെ മനോഭാവം എവിടെയാണ് കിടക്കുന്നത്? അതിൻ്റെ ഒരു പാട്ടുമുണ്ട്, 100 മടങ്ങായി തരുമവൻ നിന്നുടെ മടിയിൽ നിറയെ നിറയെ, യേശുവിനായി സുവിശേഷത്തിനായി നാം വിതറാം വാരി. പോയി തൊലയടാ ഇറക്ക നിൻ്റെയൊക്കെ പാട്ട്. എന്തൊരു അരാജകത്വം നോക്കി. ഇത് രണ്ട് എക്സ്റ്റൻഷൻ ഉണ്ട് കേട്ടോ പറയുന്നത്. ഇപ്പം നല്ല ഹൃദയത്തിലേക്ക് കൊടുക്കാന്ന്. അതുകൊണ്ട് ഈ ബൈബിൾ പറയുന്നത് സന്തോഷത്തോടെ കൊടുക്കണം, സന്തോഷത്തോടെ കൊടുക്കാന്ന് പറയുന്നത്. അത് വേറെ, അത് ഹോണറിങ് ആണ്. ഹോണറിങ് ഗോഡ്, ദൈവത്തെ ബഹുമാനിക്കുകയാണ്. എൻ്റെ ബഹുമാനം ഞാൻ അതും നമ്മളെവിടെയാക്കി മൊത്തം ഇതെല്ലാം ജനങ്ങളിത് തെറ്റായിട്ട് ധരിച്ച് ഹിപ്പോക്രസിയിലാണ് പോകുന്നത്. എനിക്ക് തിരിച്ചു കിട്ടും, സ്തോത്രാച്ച പാത്രത്തിൽ ഇട്ടിട്ട് 100 മടങ്ങ് കിട്ടും, സ്തോത്രം 1000 രൂപ കിട്ടും. അപ്പം നമ്മൾ ഒരു തമ്പുരാനെ ആരായിട്ടാണ് കാണുന്നത്? നമ്മുടെയൊക്കെ ചന്തയിലിരുന്നിട്ട് ഒരു തുണിയും വിരിച്ചിരുന്നിട്ട് കയ്യിലൊരു കുടുക്കയും വെച്ച് കിടുകിടാന്ന് കുലുക്കുന്ന കണ്ടിട്ടില്ലേ? എന്നിട്ട് വെയ് രാജാ വെയ്, 1 വെച്ചാൽ 2 കിട്ടും. നമ്മുടെ ആളുകൾ 1 വെച്ചാൽ 2 പകരം 1 വെച്ചാൽ 100 കിട്ടും എന്നാക്കി. 1 വെച്ചാൽ 100 കിട്ടും, വെയ് രാജാ വെയ് എന്നുള്ളതാണ്. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുക എന്നുള്ള പാട്ടൊക്കെ പാടി ജനങ്ങളെ ഇളക്കി പിന്നെ അങ്ങനെ സ്തോത്രാഴ്ചയൊക്കെ വാങ്ങിക്കും. ഇത് റോങ്ങാണ്. അത് 100%. ഞങ്ങളുടെ ചർച്ചിലും ഞാനിത് പഠിപ്പിക്കാറേ ഇല്ല. ഞാൻ പലപ്പോഴും എൻ്റെ സഹോദരന്മാരോടുണ്ട്. ഇറ്റ് ഈസ് എ ഓൺലി മാറ്റർ ഓഫ് ഹോണറിങ്. സോ അവിടെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഹൃദയമാണ് ദൈവം നോക്കുന്നത്, ബഹുമാനം. ഹൗ ഐ എം റെസ്പെക്ടിങ് ദാറ്റ് മാൻ. അപ്പം ഞാൻ എൻ്റെ ദൈവത്തിന് ബഹുമാനിക്കാൻ എനിക്ക് തോന്നുന്നു, ഐ ഡു ഇറ്റ്. അല്ലാതെ എനിക്ക് വേറെ ഒരു നിലയിൽ ചെന്നിട്ട് എനിക്ക് ദൈവം വരുമ്പോൾ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനും മുണ്ടഴിച്ചിടാനൊന്നും പറ്റത്തില്ല. എനിക്ക് തമ്പുരാനോട് എനിക്ക് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ബഹുമാനങ്ങളിൽ ഒന്നാണത്. അതുപോലെ തന്നെ ഞാൻ പാപം ചെയ്യാതിരിക്കുക. അത് എനിക്ക് നരകത്തിൽ പോകാതിരിക്കാനും സ്വർഗത്തിൽ പോകാനുള്ള വഴിയൊന്നുമല്ല. മറിച്ച് എൻ്റെ അപ്പനോടുള്ള സ്നേഹം, എൻ്റെ ദൈവത്തോടുള്ള സ്നേഹം. എന്നെ നരകത്തിൽ പിടിച്ചുവിടുന്നുള്ള ഭയം കൊണ്ടല്ല ഞാൻ തെറ്റ് ചെയ്യാതിരിക്കട്ടെ. എൻ്റെ അപ്പന് വേദന വരും, എൻ്റെ യേശുപ്പന് വേദന വരും, എൻ്റെ കർത്താവിൻ്റെ ഹൃദയത്തിന് നോവ് വരും. അതുകൊണ്ട് നിങ്ങൾ കണ്ടില്ല, ഒരു കുഞ്ഞ് നമ്മൾ വീട്ടിനകത്ത് താഴെ ഒരു കുഞ്ഞുവാവേ ജനിച്ചങ്ങോട്ട് വീണ 2-3 മാസമുള്ളൊരു മോനെ ഇങ്ങനെ പായൽ കെടുത്തേക്കുക. നമ്മൾ ആ ഒരു മുറിയിലൂടെ നമ്മൾ എങ്ങനെയാണ് നടക്കുന്നത്? നമ്മൾ ആ നടപ്പ് എങ്ങനെ ആയിരിക്കും? ആ നടപ്പ് ഏറ്റവും നമ്മുടെ നാട്ടു ഭാഷ മര്യാദയ്ക്ക് നടക്കത്തുള്ളൂ. എങ്ങനെ നമ്മൾ മര്യാദയ്ക്ക് നടക്കുന്നത്? അവിടെ ചാടി പിടിച്ച് ഇങ്ങനെ കാട്ടി ഇറങ്ങി ആന നടക്കുന്ന പോലെയല്ല നടക്കുന്നത്. വളരെ സൂക്ഷിച്ച് നടക്കത്തുള്ളൂ. അപ്പം നമ്മുടെ വഴികളെ നമ്മൾ സൂക്ഷിക്കുന്ന എപ്പോഴാണ്? അവിടെ ഒരു സെൻസിറ്റീവ് പേഴ്സൺ ഉള്ളതുകൊണ്ടാണ്. നമ്മൾ ഈ ചാടിപ്പോയി കഴിഞ്ഞാൽ കൊച്ചിൻ്റെ പുറത്ത് കാലം കാണാൻ പറ്റി കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. അതുകൊണ്ടാണ് നമ്മൾ മര്യാദക്കാരായി. അതുകൊണ്ടാണ് കർത്താവ് ഞാൻ പറഞ്ഞത് മര്യാദയ്ക്ക് നടക്കണം. നീ മര്യാദയ്ക്ക് നടക്കാൻ പറഞ്ഞാൽ നിന്റെ കുഴപ്പം കൊണ്ടല്ല, എനിക്ക് വേദനിക്കും. അതുകൊണ്ടാണ്. സോ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് ജീവനുണ്ടോ എന്ന് ആലോചിക്കണം. ജീവൻ, അതാണ് പ്രാധാന്യം. If you are doing something, do it with your heart. If you are giving something, അപ്പോൾ ഇപ്പം ഇത് പറഞ്ഞു വന്നതിൻ്റെ കാരണം ഇവിടെ ദൈവാസന്മാർ പലരും വളരെ ഇപ്പം ടെലിവിഷനിലാണെങ്കിലും ജിപേയുടെ നമ്പറൊക്കെ വെച്ചുകൊണ്ട് തന്നെ അവരയക്കുന്നുണ്ട്. അതിനെ പരിഹസിക്കുന്ന ആളുകളുമുണ്ട്. ഇത് രണ്ടിനെ ഞാനൊന്നും പറഞ്ഞില്ല. ഇത് 2 ഭാഗത്ത് ഞാൻ ന്യൂട്രലാണ്. ഇത് ഇപ്പം ഞാൻ ചോദിക്കാറുണ്ട്, 1 രൂപ പോലും കൊടുക്കാത്ത ആളുകളാണ് ഈ കുറ്റം പറയുന്നത്. 1 രൂപ പോലും കൊടുക്കാത്ത ആൾ പറയും ഇമാരൊക്കെ ഇങ്ങനെ തെണ്ടി നടക്കുക, അങ്ങനെ പറഞ്ഞ് കുറ്റം പറയും. ഇതൊന്നും ചെയ്യരുത്. നമ്മുടെ പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ഹൃദയം എത്ര അഴുക്കായതിൻ്റെ തെളിവുകളായതൊക്കെ. ഇതെല്ലാം ഒരു മാറ്റർ ഓഫ് ഹോണറിങ് ആണ്. ഹോണറിങ് ദാറ്റ് പേഴ്സൺ, ഹോണറിങ് ദാറ്റ് മാൻ ഓഫ് ഗോഡ്.
ദാറ്റ് ഈസ് എ ബിബ്ലിക്കൽ പ്രിൻസിപ്പിളാണ്. പിന്നെ ആരും കൊടുത്തില്ലെന്ന് വെച്ചാൽ അയാൾ ചത്തുപോകത്തുമില്ല. ദൈവം അവരെ ഓണർ ചെയ്യും, ദൈവം മാനിക്കും. ദൈവത്തിന് 1000 വഴികളാണ്. അപ്പം നമ്മുടെ നേച്ചറാണ് നമ്മൾ നോക്കണം. അപ്പം നമ്മൾ പാപം ചെയ്യാതിരിക്കുന്നു, അത് നരകത്തെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇനി പാപം ചെയ്യുന്നില്ല എന്ന് പറയുന്ന ആൾ പാപം ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ആ ആളിനോട് തന്നെ തിരിച്ചന്തരം അയച്ചു. അന്നേരം ഞാൻ മായ്ച്ചു കളഞ്ഞു. കാരണം ഇനി അവൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് നാട്ടുകാരെ കേൾപ്പിക്കാതിരിക്കാൻ. ഞാൻ പറഞ്ഞു പോടാ, നീ നല്ല പോലെ പോയി ഇഷ്ടത്തിന് അങ്ങ് ജീവിച്ചോളാം പറഞ്ഞു. എന്നിട്ട് ഞാൻ പരസ്യമായിട്ട് ഞാൻ പറയുന്നില്ല. കാരണം ആളുകളുടെ ഹാർട്ട് അത്ര ഇത് കിടക്കുക. എൻ്റെ സഹോദരന്മാർ, നമ്മുടെ ചേർച്ചിനെ സേവ് യുവർ ചേർച്ച്, സേവ് യുവർ കോൺഗ്രിഗേഷൻ ഫ്രം ഹെവൻ ആൻഡ് ഫ്രം ഹെൽ. ഇത് രണ്ടും കൂടെ ഇവരെ രക്ഷിച്ചിട്ട് ആൻഡ് ക്ലിങ് ദം, അല്ലെങ്കിൽ അവരെ എവിടോട്ട് കണക്ട് ചെയ്യുക, കണക്ട് വിത്ത് ദെയർ സേവിയർ. സ്വർഗത്തെ നരകത്തെ എടുത്തങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പ്രാണൻ തന്നവനോടുകൂടെ ഒന്നാകി ജീവിക്കാൻ പഠിപ്പിക്കുക. ക്രിസ്തുവിൻ്റെ ശരീരമാണ് നമ്മൾ. നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല. നമുക്ക് സ്വർഗവും അല്ല വലുത്, നരകം നമ്മുടെ വിഷയവുമല്ല. വി ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ്. വി ആർ ദ സൺസ് ഓഫ് ഗോഡ് ആണ്. ഈ റെവലേഷൻ വന്നിട്ടാണ് നമ്മൾ ലോകത്തിൻ്റെ മുമ്പിൽ ഈ നേരിൻ്റെ സുവിശേഷം, ഈ നേർമയുടെ സുവിശേഷം ലോകത്തോട് നമ്മൾ പറയുക. എന്ത് പറയുക, നമ്മളവരോട് പറയാം നിരന്നുകൊള്ളാൻ, ഡാഡിയോട് നിരന്നുകൊള്ളാൻ വേണ്ടി നമ്മൾ ലോകത്തോട് പറയുകയാണ്. നിരന്നുകൊള്ളാൻ വേണ്ടി നമ്മൾ പറയും. എന്തിനാ? അതിൻ്റെ അർത്ഥം എന്താ? ഡേ come on, see our life, how we are enjoying the life. Come on. നമ്മുടെ ലൈഫിനെ കാട്ടി കൊടുത്തിട്ടാണ് ആളുകളെ വിളിക്കേണ്ടത്, അല്ലാതെ സ്വർഗം കാട്ടിക്കൊടുക്കുക. നമുക്കെന്താ, നമ്മുടെ ലൈഫ് കാട്ടിക്കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ സ്വർഗം കാട്ടിക്കൊടുക്കുക. നമ്മൾ പറഞ്ഞവർ വിശ്വസിക്കാത്തതുകൊണ്ട് നമ്മൾ നരകം കാട്ടിക്കൊടുക്കുക. നമ്മൾ എന്ത് മൂടന്മാരാണ് നോക്കി. നമ്മുടെ സന്തോഷം, നമ്മുടെ വീട്, നമ്മുടെ ആനന്ദം, നമ്മുടെ കുടുംബം, നമ്മളെങ്ങനെ ജോയ്ഫുൾ ആയിരിക്കും, ഇതാണ് ജനത്തെ. അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഈ കഷ്ടപ്പെടുന്നത്, എന്തിനാ ഈ പാടുപെടുന്നത്, ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷത്തിലേക്ക് വാ, കമോൺ, ഇതാണ് ലൈഫ്, ഇതാണ് യേശുവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞ് ആ ജീവിതത്തിൻ്റെ മാതൃക കാട്ടി കൊടുക്കാനായിട്ടും അതാ പറഞ്ഞത്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. എങ്ങനെ വെളിച്ചം? നിങ്ങളുടെ സൽപ്രവൃത്തികളാൽ ആ വെളിച്ചം ലോകത്തിൽ പ്രകാശിക്കുന്നത്. ആമേൻ. നിങ്ങളുടെ വെളിച്ചം അവരുടെ നടുവിൽ പ്രകാശിക്കുന്നതാണ് നിങ്ങളുടെ സൽപ്രവൃത്തികളാൽ. നിങ്ങളുടെ പ്രവൃത്തികളാൽ അത് വെളിപ്പെടുത്തുകയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കാതെ എൻ്റെ വാക്കുകൾക്ക് വരാം ഇവിടെ. ഇത് ലേറ്റായിട്ട് വന്ന സഹോദരങ്ങളുടെ ഒരു താഴ്മയായിട്ടുള്ള എൻ്റെ അപേക്ഷ, നിശ്ചയമായിട്ട് നിങ്ങളിതിൻ്റെ ആദ്യ ഭാഗം കേൾക്കണം. കാരണം നിശ്ചയമായിട്ട് ആദ്യം മുതലുള്ളവരോട് ഇവർക്കറിയാം, ദേവർ റിയലി അത് മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു. എനിക്ക് തന്നെ അതൊരു അത്ഭുതമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. അത് പറയാൻ ദൈവം തന്നെ എൻ്റെ മനസ്സുകൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു പലതും. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, വൈ വി ആർ പ്രീച്ചിങ് ഗോസ്പൽ. ഞാനത് ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇഫ് ദർ ഇസ് നോട്ട് ഹെൽ വി ക്യാൻ ലീവ് വിത്ത്, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ചുകൂടെ. ഇതെല്ലാം ബേബി ക്രിസ്ത്യൻസിൻ്റെ ചോദ്യങ്ങളാണ്. ഇതൊന്നും റിയൽ ക്വസ്റ്റ്യൻസ്. ഇതൊന്നും ഒരിക്കലും ഒരു ദൈവമക്കളുടെ വായിൽ നിന്ന് വരേണ്ട ചോദ്യങ്ങളല്ല. ഞാൻ പറഞ്ഞത് ദൈവസ്നേഹം, ദൈവത്തെക്കുറിച്ചുള്ള ഭയം, ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞത്. ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ തല്ലുമെന്നല്ല. ഞാൻ ദൈവത്തിന് മുറിവേൽപ്പിക്കുമോ, ഞാൻ അവനെ സങ്കടപ്പെടുത്തുമോ, എൻ്റെ പ്രവൃത്തി കൊണ്ട് അവന് നോവുണ്ടാകുമോ എന്ന ഭയം എനിക്ക് വേണം. ഭയം ഇറുക്കണം. ആ ഭയം നമ്മുടെ ഉള്ളിലുണ്ടാവണം. ഐ ഡോണ്ട് വാണ്ട് ടു ഹർട്ട് മൈ ഗോഡ്. ഗോഡ് ഈസ് സോ വൾണറബിൾ. നമ്മുടെ ദൈവം ഏറ്റവും കൂടുതൽ വൾണറബിളാണ്. തെളിവ് ബൈബിൾ വ്യക്തമാണ്. യേശുവിൻ്റെ, ഞാനിപ്പോഴും വിചാരിക്കുന്നുണ്ട്, പ്രപഞ്ചനാഥനായ യേശു കർത്താവ് മറിയുടെ വയറ്റിയിരിക്കുമ്പോഴും, മറിയുടെ വയറ്റിയിരിക്കുക, ആ ഇരിക്കുമ്പോൾ അവൾക്ക് വിവാഹം കഴിക്കട്ടെ, ജോസഫ് അവളെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ ഭാവിക്കുക. വാട്ട് ഈസ് ദാറ്റ്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇതെല്ലാം ഇത് അകത്തുനിന്ന് കുഞ്ഞിന് അറിയാവുന്ന കുഞ്ഞാണ്. കാരണം സർവ്വലോകാധിപതിയുടെ പുത്രനാണ്. അവൻ ആ ഉദരത്തിലിരിക്കുമ്പോഴും അവന് ലോകം മൊത്തം അറിയാം. അവന് ജോസഫിൻ്റെ ഹൃദയം അറിയാം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. മഹാദൈവത്തിൻ്റെ പുത്രനെ, ആ പുത്രൻ അകത്തിരുന്ന് നോക്കുമ്പോൾ ആ പുത്രനെ വഹിക്കുന്ന അമ്മയെ കളയാൻ ചിന്തിക്കുന്ന ഒരു പുരുഷൻ, ആ അമ്മയുടെ വേദന,
ആ റിജക്ഷൻ, ആ അംഗീകാരമില്ലാത്ത അനുഭവം. ഞാൻ വിചാരിക്കുന്നു ഈവൻ ജീസസ് റിയലി ഹേർട്ടഡ്, മുറിവേൽക്കപ്പെട്ടു. എവിടെ വെച്ചെന്നറിയോ? അവൻ അമ്മയുടെ ഉദരത്തിലിരുന്നപ്പോൾ. മറിയുടെ അവനെ വഹിക്കുന്ന അമ്മയെ കളഞ്ഞിട്ട് പോകാൻ ഗൂഢമായിട്ട് ചിന്തിക്കുന്ന ഒരു ജോസഫിനെ കാണുമ്പോൾ, ഞാൻ ദൈവോത്തരനായിട്ട് പോലും എന്നെ വഹിക്കുന്ന അമ്മയെ കളഞ്ഞിട്ട് പോകാൻ ഇവന് തോന്നുന്നല്ലോ എന്നുള്ള വേദന 100% ഞാൻ ചിന്തിക്കുന്നു. ക്രൈസ്റ്റ് വാസ് വൂണ്ടഡ് ദേർ. 2-ാം അധ്യായത്തിൽ ഹെറോദ് അവനെ കൊല്ലാൻ പറയുമ്പോഴും ക്രൈസ്റ്റ് അമ്മയുടെ കയ്യിലിരുന്നുകൊണ്ട്, പരിശുദ്ധ മറിയത്തിൻ്റെ കയ്യിലിരുന്നുകൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോകുമ്പോൾ, വിശുദ്ധയായ സ്ത്രീയുടെ ആ കയ്യിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് മിസ്രൈമിലേക്ക് അവർ ഓടിപ്പോകുമ്പോൾ 100% ജീസസ് വാസ് ഹർട്ടഡ്, മുറിവേൽക്കപ്പെട്ടു. സോ ഗോഡ് ഈസ് ദ മോസ്റ്റ് വൾണറബിൾ പേഴ്സൺ ഇൻ ദ വേൾഡ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഡോണ്ട് ഓൾവേസ് തിങ്ക് ഓ ഗോഡ് ഈസ് omnipotent, ഡോണ്ട് ഈസ് omniscient, സർവശക്തൻ, സർവജ്ഞാനി. ഇതൊക്കെ നമ്മൾ വാചപടിക്കാനേ പറ്റും. നീ ജസ്റ്റ് ലേൺ ദ ബൈബിൾ. ദൈവം കഴിവുള്ളവൻ തന്നെ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, സർവശക്തനും സർവജ്ഞാനി. പക്ഷെ നമ്മുടെ വെളിപ്പാട്, നമുക്ക് ആ വെളിപ്പാട് വേണ്ട. ആ വെളിപ്പാടല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ട വെളിപ്പാട്, അവൻ പവർഫുൾ ആണ്, ഇങ്ങനെ ആകാശം ഇടിച്ചിളക്കും, ആഴിയെ കോരി. ഇതൊക്കെ ശരിയാണ്. ഇതൊന്നും നിനക്ക് പ്രയോജനമില്ല. നിനക്ക് പ്രയോജനപ്പെടുന്ന ഞാൻ പറയാം. നീ വേദനിപ്പിച്ചാൽ വേദനിക്കുന്നൊരു ദൈവം, നീ തടഞ്ഞാൽ നിർത്തപ്പെടുന്നൊരു ദൈവം, നീ വേണ്ടെന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കാൻ പറ്റാത്തൊരു ദൈവം. ആ ദൈവത്തെ നിനക്ക് വിശ്വസിക്കാൻ പറ്റും. എല്ലാം ചെയ്യുന്ന ദൈവം, സർവശക്തൻ, ആകാശത്തിന്റെ കീഴിൽ ഇറങ്ങി വരുന്നവൻ, സമുദ്രത്തെ രണ്ടാക്കിയവൻ, ഇതൊക്കെ ഭയങ്കര രസം. ഇതൊന്നും നിനക്ക് പ്രയോജനമില്ല. ചെങ്കടൽ രണ്ടാക്കിയ ദൈവത്തെ നീ അറിഞ്ഞിട്ട് നിനക്ക് എന്ത് കാര്യം? നിന്റെ വീട്ടിലെന്തോ അറബിക്കടലിനെ രണ്ടാക്കാൻ വരുന്നു. നീ അറിയേണ്ടത്, നീ നോയിക്കുമ്പോൾ നോവുന്ന ദൈവം, നീ അവിശ്വസിക്കുമ്പോൾ പ്രവർത്തിക്കാൻ പറ്റാതെ പോകുന്ന ദൈവം, നീ പാപം ചെയ്യുമ്പോൾ കരയുന്ന ദൈവം, നീ അവനെ ബഹുമാനിക്കാതിരിക്കുമ്പോൾ നോവുന്ന ദൈവം, നീ അവൻ അർഹമായ അംഗീകാരം കൊടുക്കാതിരിക്കുമ്പോൾ സങ്കടപ്പെടുന്ന ഒരു ദൈവം. ആ ദൈവത്തെ ക്രിസ്ത്യാനി അറിയണ്ട. അല്ലാതെ സർവശക്തൻ, സർവജ്ഞാനി, സർവ്വവ്യാപി അല്ല. ഇവിടെ മുഴുവൻ തെറ്റിക്കിടക്കുക. എൻ്റെ വാക്കുകൊണ്ട് നോവുന്നൊരു ദൈവം, എനിക്ക് ആ ദൈവത്തെ അറിഞ്ഞാൽ മതി. അല്ലാതെ ഞാനൊരു വാക്ക് പറയുമ്പോൾ ചേമ്പലയിൽ വെള്ളം പോകുന്ന പോലെ ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ചു പോകുന്ന ദൈവം, ഞാൻ പറഞ്ഞാലൊന്ന് അതല്ല. അങ്ങനൊരു ദൈവത്തെ എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട ദൈവം എൻ്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവം, ഇമ്മാനുവേൽ. ഞാൻ കരയുമ്പോൾ കൂടെ കരയുന്ന ദൈവം, എനിക്ക് വേദനിക്കുമ്പോൾ വേദനിക്കുന്ന ദൈവം, എൻ്റെ ആവശ്യത്തിൽ ആവശ്യമുള്ള ദൈവം. എൻ്റെ കരങ്ങൾ ഒഴിയുമ്പോൾ അവൻ്റെ കൈ ഒഴിയുകയാണ്, എൻ്റെ കരം നിറയുമ്പോൾ അവൻ്റെ കൈ നിറയുകയാണ്. That God. ഇവിടെ നരകത്തിനെന്ത് പ്രാധാന്യം, ഇവിടെ സ്വർഗത്തിനെന്ത് I don't care. I am not tempted by hell or tempted by heaven. I am so much tempted by the love of Jesus. I want that God. എനിക്ക് ആ ദൈവത്തെ അറിയട്ടെ. ആമേൻ. നമുക്ക് ആകാശം കീറി ഇറങ്ങുന്ന ദൈവം, തുലാസിൽ പർവ്വതങ്ങളെ തൂക്കുന്ന ദൈവം, സമുദ്രത്തിലെ വെള്ളത്തെ കൈക്കുമ്പിള്ളാക്കുന്ന ഒക്കെ നമുക്കറിയാം. ഇതൊന്നും വേണ്ട. ഇതൊക്കെ ഇരിക്കട്ടെ, ശരിയാ. ഇതല്ല വേണ്ടത്. ഓക്കെ. സോ നോയിങ് ഗോഡ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് കൂടുതലേക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട് ഇതിനകത്തോടെ പറയാനായിട്ട്. ഹല്ലേലൂയ. സോ നമുക്ക് ഹിപ്പോക്രസിയിലല്ല, നമുക്ക് സത്യത്തിന് വേണ്ടി നിൽക്കാം. വെദർ ദർ ഇസ് നോ ഹെൽ ഓർ ഹെവൻ, ദാറ്റ് ഇസ് നോട്ട് എ മാറ്റർ. ഞാനതുകൊണ്ടാണ് വളരെ ബോൾഡായിട്ട് പറയുന്നത്. ഞാൻ ഈ തിങ്സിനകത്തല്ല സത്യത്തിൽ ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നത്. എൻ്റെ അപ്പൻ യേശുവിൻ്റെ കൂടാണ്. കർത്താവിൻ്റെ ഫാനായിരിക്കണം, ക്രൈസ്റ്റിൻ്റെ ഫാനായിരിക്കണം. ക്രൈസ്റ്റിന് വേണ്ടി നമ്മൾ മരിക്കാൻ തയ്യാറ്. അതുകൊണ്ടാണ് ഈ ഓൾഡ് ടെസ്റ്റമെൻറ്റിലെ ആദിമ സഭയിലെ ആളുകൾ അങ്ങ് മരിക്കാൻ അങ്ങ് ഏൽപ്പിച്ച് കൊടുക്കുമായിരുന്നു. കാരണം അവർക്കൊന്നും അവർക്കറിയാം ഇത് ചത്ത ഉടനെ ഞങ്ങൾ കർത്താവിൻ്റെ അടുക്കലാണ് പോകുന്നത്. കൻ സീ യുവർ ഡാഡി ഗോഡ്. സോ ഞാൻ ഒന്നുകൂടെ പറയാം, ഡു എവറിത്തിങ് വിത്ത് യുവർ ഹാർട്ട്, ലിവ് ലൈക്ക് എ ക്രിസ്ത്യൻ. എല്ലാ നിലയിലും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി. വാട്ട് എവർ ദ തിങ്സ് യു ആർ ഡൂയിങ്, ഡു ഇറ്റ്
from your heart. Not expect any benefit. പാസ്റ്റേഴ്സിനോട് ഞാൻ പറയാം, when you're teaching your people to give something, don't teach them God will give it back, God will give it back. No. അത് പ്രലോഭനമാണ്. ഒരിക്കലും ആ വിശ്വാസികളോട് നിങ്ങൾക്ക് ദൈവം തരും അതുകൊണ്ട് കൊടുക്കുന്നത് പഠിപ്പിക്കരുത്. അങ്ങനെയുള്ളവരെ ഇന്ന് വാങ്ങരുത്, പഠിപ്പിക്കരുത്. ദൈവാസന്മാരെ ദയവായി പഠിപ്പിക്കരുത്. നമ്മൾ അങ്ങനെ പഠിപ്പിക്കുമ്പോൾ നമ്മളൊരു കപടഭക്തരായ തലമുറയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. തൻ്റെ പുത്രനെ നൽകി സ്നേഹിച്ച ദൈവത്തെ, എൻ്റെ ക്യാരക്ടറാണ്, എൻ്റെ നേച്ചർ, എൻ്റെ DNA ആണ്. മാവ്, നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന മാവ് നിങ്ങൾക്ക് എല്ലാ സീസണിലും മാമ്പഴം തരുന്നത് നീ അതിനെന്തെങ്കിലും തിരിച്ചു കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചല്ല. അത് ക്രിയേറ്ററിൻ്റെ നേച്ചറാണ്. അങ്ങനെ പഠിപ്പിക്കണം. ഏത് കാര്യമാണെങ്കിലും, whatever the things they are doing, do not expect anything. That is your responsibility. That is your honoring God. You're worshipping God. You're living a holy life. നരകം പേടികൊണ്ടല്ല. ഫാദർ, എൻ്റെ അപ്പന് വേദനിക്കും. നിങ്ങൾ അത്ഭുതങ്ങൾ കാണാൻ പോകും പ്രിയരെ. നിന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ലൈഫ് മാറുക ഇന്ന് രാത്രി. നിങ്ങളുടെ ലൈഫ് മാറുക. ഇത് പ്രവചനം പോലെ നിങ്ങളുടെ നാവിൽ, എൻ്റെ നാവിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ലൈഫ് ഈസ് ചേഞ്ചിങ് ടുഡേ. യുവർ ലൈഫ് ഈസ് ചേഞ്ചിങ് ടുഡേ. യു ആർ ഗോയിങ് ടു ബി ലൈക്ക് ജീസസ്. നിങ്ങളുടെ അപ്പൻ്റെ DNA നിങ്ങളിലൂടെ വെളിപ്പെടുന്നത് ലോകം കാണാൻ പോവുക. So we are thinking, miracle ministry is the only way to reveal the Father. No. No. Miracle ministry അല്ല. Miracle ministry എന്നൊക്കെ പറഞ്ഞാൽ is the only atmosphere of the kingdom. ദൈവരാജ്യം വരുന്നതിൻ്റെ അവരുടെ അന്തരീക്ഷത്തിൻ്റെ തെളിവാണ്. അത്രേ ഉള്ളൂ. I am talking about the relationship with your Father. Hallelujah. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ മാനിക്കട്ടെ. ഈ തിരുവെഴുത്തുകൾ നിങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രയത്നം, ഇതിനകത്ത് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇതൊരു റാഡിക്കൽ ചേഞ്ച് കൊണ്ടുവന്നാൽ, ഞാൻ അധ്വാനിച്ചതും എൻ്റെ ആയുസ്സിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെലവിട്ട സമയവും വൃഥാവല്ല. 100% ഞാൻ സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ടാവും. നിശ്ചയമായിട്ടും അതിനകത്ത് ഞാൻ സന്തുഷ്ടനാണ്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെന്ത് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി നിങ്ങളിപ്പോൾ ഒരു വിശുദ്ധ ജീവിതം നിങ്ങൾ നയിക്കുന്നെങ്കിൽ, ഡു ഇറ്റ് ഫ്രം ദ ഹാർട്ട്. നോ ദ റിയാലിറ്റി. വന്ദനം പറയുകയും എൻ്റെ സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. വി ലവ് യു ഓൾ. നിഖിൽ സിംഗ് ഫ്രം ദ ബിഗിനിങ് ഓൺവേഴ്സ് നിങ്ങളുണ്ടായിരുന്നു. താങ്ക് യു. ആൻഡ് ജോർജ് ഫ്രാൻസിസ് ജോൺസൺ മൈക്കിൾ, താങ്ക് യു ബ്രദർ. ഷാജി ബന്നി, താങ്ക് യു. പിന്നെ നമ്മുടെ സ്മിത സിസ്റ്റർ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ദൂരെയാണെന്ന് തോന്നൽ വരുന്നു. If we love God, that is only an assumption. ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ദൂരെ പോകാനും ദൈവത്തിന് നിങ്ങളെ ദൂരെ പോകാനും പറ്റില്ല. Because God is bounded with His name. His name is Emmanuel. Emmanuel means God is with us. Some of the നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളും പ്രശ്നങ്ങളുമാണ് നമ്മളെ പലപ്പോഴും ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകറ്റിക്കളയുന്നത്. So clear out our heart. Know that you are not alone. You are in God. You are in Christ. കർത്താവിലാണെന്നുള്ള ബോധ്യം മാത്രം മതി. ഫീൽ ദ പ്രസൻസ്. അത് നമ്മുടെ ശരീരത്തെ അനുഭവിക്കുന്ന നിലയിൽ വന്നില്ലെങ്കിലും യു ആർ ഇൻ ഗോഡ്, യു ആർ ഇൻ ക്രൈസ്റ്റ്. ഇതൊരു റിയാലിറ്റിയാണ്. സോ റിയാലിറ്റീസ് വി കനോട്ട് ഓൾ ദ ടൈം എക്സ്പ്ലെയിൻ റിയാലിറ്റി. നോ ഇറ്റ് ഇൻ യുവർ സ്പിരിറ്റ്. ദാറ്റ് ഈസ് എപ്പിക്കനോസിസ്. ദാറ്റ് ഈസ് എ റെവലേഷൻ ആൻഡ് നോളജ്. അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വിത്ത് യുവർ സ്പിരിറ്റ് ദാറ്റ് യു ആർ നോട്ട് എലോൺ. ഗോഡ് ഈസ് വിത്ത് യു. മേ ഗോഡ് ബ്ലെസ് യു. ജോൺ മില്ലർ, താങ്ക് യു. ഒരുപാട് പേര് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ.
അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. എനിവേ, ഇതുവരെ വാച്ച് ചെയ്തതിലൂടെ നന്ദി പറയുന്നു. നാളെ നമുക്ക് വീണ്ടും ദൈവം അനുവദിക്കുന്നെങ്കിൽ കാണാം. അടുത്ത ദൈവനിർണയം പോലൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അതോ ഇതിൻ്റെ തുടർച്ചയായിട്ട് എന്തെങ്കിലും ദൈവം തരുന്നെങ്കിൽ അത്യാവശ്യമുള്ളതൊന്നും മറക്കാതെ കൈമാറാൻ ശ്രമിക്കാം. കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ. നമുക്ക് അന്യോന്യം ദൈവസ്നേഹത്തിൽ മുന്നേറാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗുഡ് നൈറ്റ്.